കന്യാകുമാരി 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 ബാലാക്ക സൗവർണ്ണ കിരണങ്ങൾ വിരിയുമ്പോൾ അഴകിൻ പൊൻകതിർ ചാർത്തും അനുപമ സുന്ദര ഭൂമി അസുലഭ സൗന്ദര്യ ഭൂമി ഋതുദേവതകൾ തൊഴുതുമടങ്ങും ദേവി കന്യകാരൂപം ഋതുദേവതകൾ തൊഴുതുമടങ്ങും ദേവി കന്യകാരൂപം ഭാരതാത്മാവിൽ അമൃതം ചൊരിഞ്ഞ ശ്രീ വിവേകാനന്ദ ശിലയും ഭാരതാത്മാവിൽ അമൃതം ചൊരിഞ്ഞ ശ്രീ വിവേകാനന്ദ ശിലയും ഇവിടെ 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 കന്യാകുമാരി 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 ഇര തേടാനായി ഇണ ചേരാനായി ഓടും മാനവരിവിടെ ഇര തേടാനായി ഇണ ചേരാനായി ഓടും മാനവരിവിടെ അവരുടെ മോഹം കരിയും കൊഴിയും ആരുമറിയാതെ എന്നും കന്യാകുമാരി കന്യാകുമാരി ಕದ್ದಣ್ಣ ದಣ್ಣ ಕಜ್ಜೊಣ್ಣು ಜೊಣ್ಣು ಕದ್ದಿಮ್ಮಿ ದಿಮ್ಮಿ ಕಕ್ಕಿಟ್ಟ ಕಿಡ್ಡ ಕದ್ದಣ ದಣ್ಣ ಕಜ್ಜೊಣ್ಣು ಜೊಣ್ಣು ಕದ್ದಿಮ್ಮಿ ದಿಮ್ಮಿ ಕಕ್ಕಿಡ ಕಿಡ್ಡ ಕದಿದ್ದಣ್ಣ ಜೊಣ್ಣು ದಿಮ್ಮಿ ಕಕ್ಕಿಟ್ಟ ಎರಡದು ಕದ್ದಣ್ಣ ದಣ್ಣ ಕಜ್ಜೊಣ್ಣು ಜೊಣ್ಣು ಕದ್ದಿಮ್ಮಿ ದಿಮ್ಮಿ ಕಕ್ಕಿಟ್ಟ ಕಿಡ್ಡ ಕದ್ದಣ ದಣ್ಣ കജ്ജൊണ്ണു ജൊണ്ണു കദ്ദിമ്മി ദിമ്മി കക്കിട ഉച്ച വരെ അങ്ങോട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിലേ ഈ കുട്ടിക്ക് കാനഡയിൽ തന്നെ കഴിഞ്ഞാൽ പോരായിരുന്നോ? കേമൻ തന്നെ. ആനീസ് ആനീസ് എന്തുറക്കാ കുട്ടിയത്? ഗുഡ് മോർണിംഗ് നരമ്പൂതിരി അങ്കിൾ. ഐ നരമ്പൂതിരി അല്ല, നമ്പൂതിരി, അനന്തൻ നമ്പൂതിരി. ഓ ഗുഡ് മോർണിംഗ് അനന്തൻ നമ്പൂതിരി അങ്കിൾ. മോർണിംഗ് മോർണിംഗ്. ഇപ്പൊ ടൈം എന്താന്ന് അറിയോ? ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസും മ്യൂസിക്കും ഒക്കെ പഠിക്കണമെങ്കിൽ ഏർലി മോർണിംഗ് ഉറക്കം എഴുന്നേക്കണം. ഇയേഴ്സുകളോളം ദിവസം അങ്ങടെ കടുത്ത സാധകം ചെയ്യണം. തളരും വരെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞത് കുട്ടിക്ക് മനസ്സിലായോ ആവോ? ഞാൻ സ്പീഡിൽ ഗ്രാസ്പ് ചെയ്യുന്നുണ്ടെന്നാണല്ലോ ഗുരുജി അങ്കിൾ പറഞ്ഞത്. ഒക്കെ ശരി തന്നെ. പക്ഷേ നിങ്ങളുടെ നാട്ടിലും മറ്റും കാണുന്ന ഈ ഡിസ്കോകളെ പോലെ ഞങ്ങളുടെ നാട്ടിലെ ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. അറിയോ? അതിന് പരിശ്രമമാണ് ആവശ്യം. ഐ സി. ഞാൻ ഇന്നലെ നൈറ്റിലും പ്രാക്ടീസ് ചെയ്തല്ലോ. ഹൈ നൈറ്റിൽ പ്രാക്ടീസ് ചെയ്യാൻ പത്മഭൂഷൺ രവീന്ദ്രവർമ്മ എന്താ ഇവിടെ ക്ലബ് ഡാൻസാ പഠിപ്പിക്ക? ഹായ്, അപ്പോഴേക്കും സങ്കടം വന്നല്ലോ. ആനീസ് നല്ല കുട്ടിയല്ലേ? വർഷങ്ങളോളം സ്ത്രീവിരോധിയായ വർമാജി മനസ്സ് തുറന്ന് നിന്നെ അനുഗ്രഹിച്ചിരിക്കുക. വേഗം കുളിച്ചു വന്നോളൂ. വർമാജി പൂജാമുറി ഇറങ്ങിയിട്ടുണ്ടാവേ. ഒന്നോളൂ കുട്ടിയെ. എന്റെ ശിഷ്യരായ നിങ്ങൾ നൃത്തം പഠിക്കുന്നതിനോടൊപ്പം നാട്യശാസ്ത്ര വിധികൾ, സംഗീത ശാസ്ത്രം,
സംഗീത വിധികൾ, സംഗീത ചൂടാമണി, സംഗീത മഞ്ജരി, സപ്തസ്വര സഞ്ചാരങ്ങൾ, സ്വരതാളാദി ലക്ഷണങ്ങൾ, താളവിധികൾ തുടങ്ങി ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലും പ്രാവീണ്യം നേടിയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മോഹിനിയാട്ടത്തിന് സാധാരണയായി ഉപയോഗിച്ചു വരുന്ന സംഗീതം ഏതാണ്? സോപാനം. ആദ്യകാലത്ത് ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട ദേവദാസികളുടെ നൃത്തമായിരുന്നു മോഹിനിയാട്ടം. എവിടെ നമ്മുടെ മദാമ്മ? ഗുഡ് മോർണിംഗ് ഗുരുജി അങ്കിൾ. ഐ എം സോറി. ഇവിടെ വന്നിട്ട് വർഷം ഒന്നാകാറായി. ഇനിയും ഇവിടത്തെ രീതികളുമായി പൊരുത്തപ്പെടാൻ ആനീസിന് കഴിയുന്നില്ല അല്ലേ? അതായത് ഞാൻ പറഞ്ഞ പോലെ ഏളി മോർണിംഗിലെ ഈ സാധകവും കുറഞ്ഞ നാളുകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ സ്വായത്തമാക്കാൻ ആനീസിന് കഴിഞ്ഞിട്ടുണ്ട്. അല്പം കൂടി സ്ട്രെയിൻ എടുത്താൽ പേരും പ്രശസ്തിയുമുള്ള നർത്തകിയാകാൻ കുട്ടിക്ക് കഴിയും. ഇന്നലെ പഠിച്ച രാഗമാലിക അരുന്ധതി ചൊല്ലു. ആനീസ് ആടട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കുത്തക്കത്തി കുത്തക്കത്ത ദിക്കിട്ട തോം താം തത്തക്കിട്ട ധീം തോം തത്തക്കിട്ട ധീം ദം തത്തക്കിട്ട ധീം ദം തത്തക്കിട്ട ധീം തക്കിട്ട ദിക്കിട്ട താം തത്തക്കിട്ട ധീം തക്കിട്ട ജം തും തത്തീം കിണ്ണത്തും തത്തീം കിണ്ണത്തും താ തത്തീം കിണ്ണത്തും തത്തീം കിണ്ണത്തും തത്തീം കിണ്ണത്തും താ തത്തീം കിണ്ണത്തും. പതതി പതത്രേ വിചലതി പത്രേ ശങ്കിത ഭവതു പയാനം. പതതി പതത്രേ വിചലതി പത്രേ ശങ്കിത ഭവതു പയാനം. രചയതി ശയനം സചകിതനയനം പശ്യതി തവ പന്ഥാനം. ഗംഭീരമായിരിക്കുന്നു. ഇന്ന് മാത്രമല്ല, പലപ്പോഴും നോം ശ്രദ്ധിക്കണുണ്ട്. ആനീസ് നൃത്തം ചെയ്യുമ്പോൾ വർമാജിയുടെ മനസ്സ് വർഷങ്ങൾക്ക് പിന്നിലല്ലേ? ശരിയാണ്. അവളുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ, മുദ്ര കാട്ടുന്നതിലുള്ള മികവ് എല്ലാം ഇതിനു മുമ്പ് ഞാൻ ഒരാളിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവളും അവളെപ്പോലൊരു സ്ത്രീയാണെന്ന് ഓർക്കുമ്പോ വേണ്ട. അടച്ചു വെച്ച അധ്യായം വീണ്ടും തുറക്കണത് ബുദ്ധിയല്ല. ആനി എങ്ങയ്ക്ക് മോളെ പോലെയാണെന്ന് എനിക്കറിയാം. ആ മോളെ ആരോട് ഉപമിക്കണ്ട. അനന്തം ക്ലാസ്സിലേക്ക് പോയിക്കൊള്ളൂ. അമ്മേ, മരുന്ന് കഴിക്കാൻ സമയമായി. അല്പം കഴിയട്ടെ മോനെ. അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല. അസുഖം മാറണ്ടേ? എനിക്ക് ഇത് കഴിച്ചിട്ടാ ഇനി ജീവിക്കാൻ പോണേ. എന്റെ മോനിങ്ങനെ അടുത്തിരിക്കുമ്പോ നിന്നെ കണ്ടുകൊണ്ട് പരലോകത്തേക്ക് യാത്രയാകണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. അങ്ങനെ ഇപ്പൊ യാത്രയാക്കുന്നില്ല. ഇനി 5 മണിക്ക് മരുന്ന് കഴിച്ചാൽ മതി. അമ്മണി എടുത്തു തരും. ഞാൻ പോയി വെള്ളം പിടിച്ചോണ്ടുവരാം. ആരോടായി അമർഷം? എന്നോടാ? അമ്പലത്തിൽ നിന്ന് മടങ്ങും വഴി കണ്ടു പറഞ്ഞു. അതിന് ഇത്രയ്ക്ക് വേണോ? ഭുജകശായിനോ നാമമംഗളം പരമജാനത പീനകീർത്തനം 10 പ്രാവശ്യം അങ്ങോട്ട് ചൊല്ലിക്കോളൂ. പണ്ട് കന്യാകുബ്ജത്തിലെ അജാമളൻ എന്ന ബ്രാഹ്മണൻ വേശ്യാസംസർഗം മൂലം പാപകർമ്മങ്ങൾ പലതും ചെയ്യാൻ ഇടയായെങ്കിലും ഒടുവിൽ പുണ്യവതം ലഭിക്കുവാൻ ഉരുവിട്ടതായ ശ്ലോകം മഹാഭാഗവതം.
അതുല്യ പ്രതിഭയാണ് സത്യഭാമ. നർത്തകരെന്ന നിലയിൽ എനിക്ക് കിട്ടിയ അംഗീകാരമെല്ലാം നിന്റെ കാൽക്കൽ വെക്കുവാൻ പോലും ഞാൻ തയ്യാറാണ്. അയ്യോ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ലോകപ്രശസ്ത കലാകാരൻ രവീന്ദ്രവർമ്മ ഒരു കടാക്ഷത്തിലൂടെയെങ്കിലും എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ കൃതാർത്ഥയായി. ഇന്നും ഈ കലാദേവതയുടെ കടാക്ഷമേറ്റ് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിൽ എന്റെ ഈ ജന്മം ധന്യമായി. Here in Kanyakumari, you can see the Indian traditional culture. I see. We have Swami Vivekananda rock in the sea. It's only half kilometer away from here. That's interesting. ഹായ്. Is she a call girl? Yeah. രജനി, എന്താ ഇത്? തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്റെ പണി ഇതാണെന്ന് വിഷ്ണുവിന് അറിയില്ലേ? കമോൺ സർ. ഡോ, തന്നോട് പോകാനാ പറഞ്ഞത്. ഇന്ന് മുഴുവൻ ഗേഡിയാന്ന് പറഞ്ഞ് കോൺട്രാക്ട് കിട്ടിയതാ. അപ്പോഴും ഇറങ്ങിക്കോളും തെരുവ് വേശികൾ. വിഷ്ണു വേണ്ട, നിന്നെ ഒന്ന് കണിയണ്ട, ഗതി പിടിക്കില്ല. എന്നെ കണി കാണാൻ കൊള്ളില്ലെങ്കിൽ വിഷ്ണുവിന്റെ അമ്മയോ? അവരും ഇതുപോലെ ആയിരുന്നല്ലോ. നീ പറഞ്ഞതുപോലെ ഞാൻ കന്യാകുമാരി കൊണ്ടുവന്നു. ഇനി പരാതി പറയില്ലല്ലോ. நான் கன்னியாகுமரியில் சீனியர் கைடு. എനിക്ക് ഗൈഡ് വേണ്ട. என்னுடைய டைலாக் கட் பண்ணாதீங்க சார். நான் சீனியர் கைடு ஆகிட்டு ரிட்டையர் பண்ணியாச்சு சார். இப்போ ரூம் வேணுமா சார்? ஏசி ரூம் இருக்குது, நான் ஏசி ரூம் இருக்குது, ஹாட் வாட்டர் இருக்குது, ஹீட் வாட்டர் இருக்குது, எல்லா வாட்டரும் இருக்குது சார். இந்த ஜன்னலை திறந்தனாக்க 4 பாடு கடல் பார்க்கலாமே. ഇതേ വൈഫ് സംസാരമാക്കും. എന്നാ പിന്നെ സംസാരിച്ചോണ്ടിരി. ഈ ജീവിതങ്ങൾ കണ്ട് ആനിക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ? ആനി കണ്ട കന്യാകുമാരിയിൽ ആരും ജീവിക്കുന്നില്ല. അവിടെ ജീവിക്കാൻ വേണ്ടി ജീവിതം അഭിനയിക്കുന്നവരാണ് അധികവും. യഥാർത്ഥത്തിൽ ജീവിതം ഇവിടെയാണ്, ഈ ഗ്രാമീണരുടെ ഇടയിൽ. ഇതുപോലൊന്നും കാനഡയിൽ കണ്ടിരിക്കില്ല. ഓ, ഡു യു ഫോളോ? മനസ്സിലായോ ആവോ? ഈ കുടിലുകൾ കണ്ടോ? ഓല മേഞ്ഞിട്ട് വർഷങ്ങളായി. കഷ്ടമല്ലേ ഗുരുജി? കലാക്ഷേത്രയുടെ നേതൃത്വത്തിൽ ചേരിയിൽ ഒരു നവീകരണ പ്രവർത്തനം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. താരി തരി തകിണ തകണക ജം ജം തരി തരി തകിണ തകണക ജം ജം താരി തരി തകിണ തകണക ജം ജം തരി തരി തകിണ തകണക ജം ജം തത്തൈദാക തിത്തൈദാക തത്തൈദാക തിത്തൈദാക തത്തൈദാക തിത്തൈദാക തത്തൈദാക തിത്തൈദാക. വിഷ്ണു എന്താ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുകയാണോ? ദാ വിഷ്ണുവിന്റെ കലാക്ഷേത്രം. എപ്പോഴും പാട്ടും നൃത്തവും ഒക്കെ ഉണ്ട് ഇല്ലേ? വിഷ്ണുവിനെ ഈയിടെയായി കാണാനേ ഇല്ലല്ലോ. ജോലി കഴിഞ്ഞാൽ നേരെ പോരും. മുത്തശ്ശിക്ക് നല്ല സുഖമല്ല. ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു, മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇവനൊരു ഏകലവ്യനാണ്. അതായത് ഞാൻ പോലും അറിയാതെ ഇവൻ എന്റെ ശിഷ്യനായി. അവനെല്ലാം അറിയും. ആരും പഠിപ്പിച്ചതല്ല, കണ്ടും കേട്ടും പഠിച്ചതാ. റിയലി? സമയം കിട്ടുമ്പോ വരണം. ശരി. എടുക്കനാ. I want kill you, I want kiss you, I want love you, I want hate you, I want kill you, I want hate you, I want kiss you, I want love you, I want kiss you, I want kill you, I want love you, I want hate you. Stop it. I want to kill you. I want to kiss you. I want to kill you. I want to kiss you. I want to hate you. I want to love you. I want to love you. I want to kill you. I want to kiss you. I want to hate you. I want to love you. Fantastic, but it's entirely different from your Indian classicals. No, Indian classic is a basic.
പോയി സിന്ദൂരവാനിൽ ചന്ദ്രിക വന്നു അഴകേ നിൻ സുരഭില മൃദുമേനി പോലെ അഴകായാനന്ദ കുളിരായി പ്രപഞ്ചം അഴകേ നിൻ സുരഭില മൃദുമേനി പോലെ അഴകായാനന്ദ കുളിരായി പ്രപഞ്ചം സന്ധ്യാസൂര്യൻ മറഞ്ഞുപോയി. Oh, beautiful, Mr. Guide. We like folk very much. Do you know? Yes, we can. In the same rack. മേലെ മേലെ മാമലക്കപ്പുറം മാനം ആ മാനത്തിൻ മാറിൽ അനന്തമം കാർമുകിൽ കാട് മേലെ മേലെ മാമലക്കപ്പുറം മാനം ആ മാനത്തിൻ മാറിൽ അനന്തമം കാർമുകിൽ കാട് ആ കാട്ടിൽ കൊതിച്ചു ചിരിച്ചു പിച്ചക പൂക്കൾ ആ കാട്ടിൽ കൊതിച്ചു ചിരിച്ചു പിച്ചക പൂക്കൾ ആ പൂവരിക്കാൻ മാല കോർക്കാൻ നാലമ്പല നട ചുറ്റി വരുന്നൊരു കാറ്റിന്റെ മഞ്ചലിൽ പോരാമോ കുഞ്ഞിക്കുരുവി പോരാമോ മേലെ മേലെ മാമലക്കപ്പുറം മാനം ആ മാനത്തിൻ മാറിൽ അനന്തമം കാർമുകിൽ കാട് മേലെ മേലെ മാമലക്കപ്പുറം മാനം ആ മാനത്തിൻ മാറിൽ അനന്തമം കാർമുകിൽ കാട് ആ കാട്ടിൽ കൊതിച്ചു ചിരിച്ചു പിച്ചക പൂക്കൾ ആ കാട്ടിൽ കൊതിച്ചു ചിരിച്ചു പിച്ചക പൂക്കൾ ആ പൂവരിക്കാൻ മാല കൊക്കാൻ നാലമ്പല നട ചുറ്റി വരുന്നൊരു കാറ്റിന്റെ മഞ്ചലിൽ പോരാമോ കുഞ്ഞിക്കുരുവി പോരാമോ ലാ 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 ലാ. ഇന്ന് വിഷ്ണുവിന് 22 വയസ്സ് കഴിഞ്ഞു. എല്ലാം ഇന്നലത്തെ പോലെ ഇരിക്കണം. അപ്പൊ ആരാ വിഷ്ണുവിനെ ഉപേക്ഷിച്ചത്? അതല്ലേ കുട്ടിയെ ഈ കന്യാകുമാരി ദേവിക്ക് പോലും അറിയാത്ത കഥ. ചീനി ജാസ്തിയാപ്പോൾ ടീ കൊടു. ചീനി ജാസ്തിയാച്ചാ ഒടുവിൽ മൂത്രത്തിൽ ചീനി വരുവാണാച്ചി. എന്തായാലും സുഖമല്ലേ? അവങ്ങൾക്ക് സോത്തിനുണ്ടാ കൊറേ നമ്മ തലയൂർ പൊണ്ണു താനേ. തലൈവർ പെണ്ണെന്ന് പറഞ്ഞാ മതിയോ? അവര് പോയി എவ்வளவு നാളാച്ച്. ഇവളിവിടെ എങ്ങനെ കഴിയുന്നു അയാൾ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് കുറച്ച് പഴം വേണം. മുസക എന്താടാ? തിരുവട്ടാൻമണയുടെ നാളെ വരുന്നു മുതലയാരുടെ കടയിൽ ഫോൺ വന്നു. ഞമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇനി രജനയമ്മയ്ക്ക് ഖുഷി തന്നെ. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്, വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. ഇതെന്താപ്പാ? മണിയണ്ണന്റെ പേര് കേട്ടാ പിന്നെ രജനിയമ്മയ്ക്ക് പഴവും വേണ്ട പപ്പടവും വേണ്ട. രജനി മുമ്പ് കന്യാകുമാരി വന്നിട്ടുണ്ടോ? ഇവിടെയെന്നല്ല, അനാഥാലയം വിട്ട് പുറത്തേക്ക് എങ്ങും ഞാൻ പോയിട്ടില്ല. ദേ, ഞാൻ നേരത്തെ പറഞ്ഞാണ്, നീ ഇന്ന് അനാഥയല്ല. എനിക്കറിയാം. ഇനി എനിക്കെന്നും ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടാവൂ. എന്താണത്? എനിക്കൊരു പുനർജന്മം തന്ന എന്റെ രവിയേട്ടനെ കുറിച്ചുള്ള ചിന്ത മാത്രം. നീ വിഷമിക്കണ്ട, ഞാനെന്നും നിന്റെ കൂടെ ഉണ്ടാവും. இந்த இளநீர் சாப்பிட்டு சூடு பாத்துங்க. നിങ്ങളാരാ? இந்த கன்னியாகுமரியில் வந்து இப்ப ரொம்ப சூடு. ആരാ இந்த பெரியோர் திருவட்டார்மணி இங்க வந்திருந்த ഇണകളുടെ சூடு മാറ്റിടുന്നവൻ. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ, ശല്യപ്പെടുത്താൻ പോണം മിസ്റ്റർ. ഭാര്യ ഭർത്താക്കന്മാരാ நீங்களா? இங்க வந்திருந்தவரெல்லாம் இப்படித்தான் சொல்லணும். ஆனா மணிக்கு தெரிஞ்சிடு நீங்க யாரு. வாடிய பூ சூடாதப்பா, நீ வாடாமல் இல்லையா? மன்னிச்சிடையா, இந்த மணி வந்து இனிமேல் உங்க ஆளா. யாரடா எங்க அண்ணன் மேல கை வச்ச? அண்ணை, நீங்க அவளை பாருங்க, இவனை நான் பாத்துக்கிறேன்.
ഗീതം വാദ്യം തഥാ നൃത്തം ത്രയം സംഗീതച്യുതേ. ഗീതം വാദ്യം നൃത്തം എന്നിവ മൂന്നും ചേർന്നത് സംഗീതം എന്നതിനർത്ഥം. താണ്ഡവ നൃത്ത ഗുരുജി? പണ്ട് ബ്രഹ്മാവ് നാട്യവേദത്തെ ഭരതമുനിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഭരതമുനി ഗന്ധർവന്മാരുടെയും അപ്സരസുകളുടെയും ഗണങ്ങളോടുകൂടി നാട്യം, നൃത്തം, നൃത്യം ഇവ മൂന്നും ശിവന്റെ മുന്നിൽ പ്രയോഗിച്ചു. ക്യാൻ യു ഫോളോ മീ ആനി? അന്നേരം സന്തുഷ്ടനായ ശിവൻ തൻ്റേത് മാത്രമായ ഒരു ഗംഭീര നടനത്തെ തൻ്റെ ഭൂതങ്ങളിൽ പ്രധാനിയായ തണ്ടുവിനെ കൊണ്ട് ഭരതമുനിക്ക് ഉപദേശിച്ചു കൊടുത്തു. അതാണ് താണ്ഡവ നൃത്തം. ഏണ്ടി അന്റെ പഞ്ചാബി പോയാച്ചാ? ഇല്ല, അയാൾ എണീറ്റ് പൊയ്ക്കോളും. എന്തിനാ ഇനിയും എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? മരിക്കാനെങ്കിലും എന്നെ അനുവദിച്ചുകൂടെ? വേഗം വരണം സാഹിബ് കുഞ്ഞെ. ആന്റി അല്ല, ആന്റി മുനി ആന്റി. ഓ മുനി ആന്റി. മുനി ആന്റി അല്ല, മുനി അങ്കിള്. എന്ത് പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. ഇവിടെ സാഹിബുമാർക്ക് വേണ്ടി ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. സാഹിബുമാർക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. സ്റ്റേ ഹിയർ. സിബ് പൊടുങ്കയ്യാ, അയ്യേ സിബ് പൊടുങ്കയ്യാ, യു സ്റ്റേ ഹിയർ. ഐ വിൽ അറേഞ്ച്. അവിടെ നെല്ല് വേളൂരി എപ്പി ഇരിക്കും. അച്ഛാ ഹേ, അച്ഛാ ഹേ, അത് മതി. ഏക്കായേ 10 രൂപ. ഞാൻ ഒരു നേരം വലിക്കുന്ന കഞ്ചാവിന്റെ വിലയില്ലല്ലോ അത്. പിക്കാസ് പോലെ താടി മീസയും വെച്ച ചിഞ്ഞി പോരും. ശബം, യു ആർ വെരി ലക്കി. കം ഓൺ. വണക്കയ്യാ, ഇത് വന്ന് ദിസ് ഈസ് മിസ്റ്റർ മാക്ടവൽ ബ്രാൻഡി, മാക്ടവൽ സായിപ്പ്. എൻ്റെ ഇല്ല, തീർന്നു പോയി. ഒന്നിനും രണ്ടിനും കൂടിയാ വന്നത്. പകൽ ആരെയും കൂട്ടിയിട്ട് വരാതെ നോക്കിട്ട് ചൊല്ലിയിരിക്കില്ലേ? അതെ, നൈറ്റായിട്ട് പോരേന്ന് ഞാൻ പച്ച മലയാളത്തിൽ ചോദിച്ചതാ. പക്ഷേ ഇയാളുടെ നാട്ടിൽ ഇപ്പൊ നൈറ്റാന്നും പറഞ്ഞാ എന്നെ കൈയോട് കൂടി കൂട്ടിക്കൊണ്ട് വന്നത്. ഐ ആം റൈറ്റ്? 400 rupees. കൊടു കൊടു, അങ്ങോട്ട് കൊടു. ഇങ്ങോട്ട് അങ്ങോട്ട് കൊടു. 50 rupees ഈസ് മൈ കമ്മീഷൻ. താങ്ക് യു. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. വരട്ടെ തലൈവറെ. ചൊമ്മോ. ഗോ ഇൻസൈഡ്. ഓക്കെ, താങ്ക് യു. വേളൂരി ഇന്ന് നത്തോലിയാവും. பயப்பட வேண்டாம். நான் தான் திருவட்டார் மணி. இங்கே பல இடங்களில் வச்சு மதாமை பார்க்கிறது. பக்கத்திலே பார்க்கறது இப்பதான், அதுவும் இந்த நல்ல வேளையில. ഗുരുജി ചോദിച്ചാൽ എന്ത് പറയും? എനിക്കറിയില്ല. എങ്ങും കാണുന്നില്ല. ഇനിയിപ്പോ എവിടെ പോയി തിരയാനാ? ഞാൻ പറഞ്ഞിട്ടില്ലേ അവളിൽ എപ്പോഴും ശ്രദ്ധ വേണമെന്ന്? 4 മണിക്കും എന്നോട് സംസാരിച്ചു എന്നതാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഡിസൂസിയോട് ഞാനെന്ത് സമാധാനം പറയും? ഞാൻ ഒന്നുകൂടി കടപ്പുറത്തൊക്കെ നോക്കിട്ട് വരാം. ദേവി, എല്ലാവർക്കും ഹോസ്റ്റലിലേക്ക് പോവാം. പ്ലീസ് ഹെൽപ് മീ. വിഷ്ണു അല്ലേ? അതെ. ആനി എവിടെ ഈ സമയത്ത്? ഞാൻ ആ റോക്കിൽ അസ്തമയം കണ്ടിരിക്കുകയായിരുന്നു. സമയം പോയതറിഞ്ഞില്ല. തിരിഞ്ഞു നോക്കിയപ്പോ ഒരാൾ കണ്ട പേടി തോന്നും. അതാ തിരുവട്ടാർ മണിയായിരിക്കും. ഈ സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് നടക്കരുത്. വരൂ, ഞാൻ കൊണ്ടാക്കാം. ഇന്ന് ഗുരുജി വഴക്ക് പറഞ്ഞത് തന്നെ. സാരമില്ല, ഏതായാലും വിഷ്ണുവിനെ കണ്ടല്ലോ. അതുകൊള്ളാം. എന്നെ കണ്ടിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. ഞാൻ വിഷ്ണുവിനെ കാണാൻ കാത്തിരിക്കായിരുന്നു. പറയട്ടെ? അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയാം.
ഞാൻ നിങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഗുരുജി അങ്കിൾ, Shut up. ആനി ഇവിടെ വന്നിട്ടുള്ളത് നൃത്തവും സംഗീതവും അഭ്യസിക്കാനാണ്, ടൂറിസ്റ്റായി നടക്കാനല്ല. അണ്ടർസ്റ്റാൻഡ്? നീ കരയേണ്ട കുട്ടിയെ, വർമാജി ഒരു പാവാ. എല്ലാ കുട്ടികളും ഹോസ്റ്റലിൽ താമസിക്കുമ്പോ നിന്നെ മാത്രം മോളെ പോലെ കൂടെ താമസിപ്പിച്ചപ്പോ എനിക്ക് അത്ഭുതം തോന്നി. നിന്നെ വർമാജി സ്നേഹിക്കാൻ കാരണം നിന്റെ കഴിവാ, നൃത്തത്തിലുള്ള നിന്റെ കഴിവേ. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. പോയിക്കോ. ആനീസ്, ആനീസ്, ഭക്ഷണം കഴിക്കൂ. ഭക്ഷണം കഴിക്കാൻ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലിൽ ആവർത്തിക്കരുത്. എനിക്കറിയൂ, ഭാരതീയ നൃത്തകലകളിൽ എന്റെ പേര് നിലനിർത്തേണ്ടത് നീയാണ്. കാനഡക്കാരനായ എന്റെ സുഹൃത്ത് ഡിസൂസിയുടെ മകൾ ഇന്ത്യയുടെ കണ്ണിലുണ്ണിയായ കലാപ്രതിഭയായി മാറും. അങ്കിൾ, എനിക്ക് എന്റെ ജീവനേക്കാളും വലുത് ഗുരുജി അങ്കിളിന്റെ ശിഷ്യത്വമാണ്. നീ എനിക്കൊരു മകളെപ്പോലെയാണ് അനി. ആദ്യമായി ഒരു പെണ്ണിന്റെ മനസ്സിന് സംതൃപ്തി പകരുന്ന ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ കലാദേവതയാക്കും മോളെ. താങ്ക് യു അങ്കിൾ. ഇന്നെന്താ ആനീസ് ഇവിടെ വരണമെന്ന് നിർബന്ധം പിടിച്ചത്? നമ്മൾ എത്ര തവണ വന്നിട്ടുള്ളതാ? ഞാനിവിടെ ആദ്യമാ. എനിക്കിവിടെ എത്ര പ്രാവശ്യം വന്നാലും മതിയാവില്ല. ബ്യൂട്ടിഫുൾ പ്ലേസ്. അരുന്ധതി, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നിൽക്കുന്നു. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഹായ് വിഷ്ണു. വിഷ്ണു എന്നെ കാത്തിരിക്കാ? ഹേയ്, ആനി വരണമെന്ന് പറഞ്ഞോണ്ട് വന്നതാ. ആട്ടെ, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി. അപ്പോ കളിയാക്കാൻ വിളിച്ചതാ? ഈ വിഷ്ണു വെറും സില്ലിയാ. വിഷ്ണുവിനെ കാണാൻ വേണ്ടിയാ ഞാൻ ഗുരുജിയോട് കള്ളം പറഞ്ഞ് ഇവിടെ വന്നത്. ഒരു ടൂറിസ്റ്റ് പാർട്ടിയെ ഗൈഡാന്ന് ഏറ്റുന്നതാ. അത് വിട്ടിട്ടാ ഞാനിവിടെ വന്നത്. എന്താ ഇത്ര അത്യാവശ്യം കണ്ടിട്ട്? കഴിഞ്ഞ ദിവസം രാത്രി കടപ്പുറത്ത് വലിയ പാട്ടും ഡാൻസൊക്കെ ആയിരുന്നല്ലോ. അത് സായിപ്പ്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. ഗൈഡായി പോയില്ലേ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി എന്ത് കോലവും കെട്ടേണ്ടി വരും. ആ പാട്ടും ഡാൻസൊക്കെ തനിയെ പഠിച്ചതാ? എങ്കിലാ പാടിയ പാട്ടിന്റെ രാഗം ഏതാണെന്ന് പറയാമോ? പരീക്ഷിക്കാ. കല്യാണി. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കാണ് ബേസിക് എന്ന് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ചെയ്തതാ. റിയലി യു ആർ എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ. എനിക്ക് വിഷ്ണുവിനെ ഇഷ്ടമാണ്. എന്നെക്കാളും എനിക്കിഷ്ടമാണ്. എന്താ വിശ്വാസമാകുന്നില്ലേ? എന്നെ മറക്കരുത് ഒരിക്കലും. നീ പോട്ടെ. സുരലോക സംഗീതമുയർന്നു, ശ്രുതിലയ താളവിലാസവുമായി. സുരലോക സംഗീതമുയർന്നു, ശ്രുതിലയ താളവിലാസവുമായി. തങ്കനൂപുരങ്ങളുണർന്നു, രാഗമായി നാദമായി ദാഗമായി. സുരലോക സംഗീതമുയർന്നു, സംഗീതമുയർന്നു. രതിസുഖസാരെ പാടി വരൂ നീ, മാദകരജനികൾ തോറും.
സുരതി സുഖസാരെ പാടി വരൂ നീ മാദകരജനികൾ തോറും പൂവുകൾ ചൂടിത്തേൻ മൊഴി തൂകി ജീവനിൽ ദാഹമായി എൻ മുന്നിൽ പൂവുകൾ ചൂടിത്തേൻ മൊഴി തൂകി ജീവനിൽ ദാഹമായി എൻ മുന്നിൽ ആ ആ ആ സുരലോക സംഗീതമുയർന്നു ശ്രുതിലയ താളവിലാസവുമായി സുരലോക സംഗീതമുയർന്നു സംഗീതമുയർന്നു పని సగరి దని బరి దని బదని బగరి దని బగ పని సదని బగరి గరి సరి గ గ గవని పని స గరి సరి దని సని బగ పని సని పని బగ పగరి సరి గ ഗിരിശൃംഗങ്ങൾ കയറിയിറങ്ങി മാനസ സരസുകൾ നീന്തി ഗിരിശൃംഗങ്ങൾ കയറിയിറങ്ങി മാനസ സരസുകൾ നീന്തി പാടി വരുന്നു തേടി വരുന്നു ഞാനും എൻ മോഹവും ഒന്നായി പാടി വരുന്നു തേടി വരുന്നു ഞാനും എൻ മോഹവും ഒന്നായി സുരലോക സംഗീതമുയർന്നു ശ്രുതിലയ താളവിലാസവുമായി സുരലോക സംഗീതമുയർന്നു ശ്രുതിലയ താളവിലാസവുമായി തങ്കനൂപുരങ്ങളുണർന്നു രാഗമായി നാദമായി രാഗമായി സുരലോക സംഗീതമുയർന്നു ശ്രുതിലയ താളവിലാസവുമായി. ഭാരതത്തിലെ ഒന്നാംകിട കലാകാരന്മാരെ മാത്രം ഉൾപ്പെടുത്തി നടത്തുന്ന ഭാരതോത്സവത്തിൽ ആനീസിന്റെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിൽ ആദ്യം സംഘാടകർക്ക് എതിർപ്പുണ്ടായിരുന്നു. അങ്ങ് പങ്കെടുക്കാതെ അങ്ങയുടെ ശിഷ്യയായ വിദേശ പെൺകുട്ടിയെ കൊണ്ട് ഈ പ്രോഗ്രാം നടത്താൻ എന്താണ് കാരണം? ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിനോട് വിദേശികൾക്കുളവായിട്ടുള്ള ആദരവ് ഭാരതീയരെ തന്നെ ബോധ്യപ്പെടുത്തണം. ഒന്ന് വ്യക്തമാക്കാമോ? വ്യക്തമാക്കാം. ഒരു വർഷക്കാലം കൊണ്ട് ഒരു വിദേശ പെൺകുട്ടിക്ക് മോഹിനിയാട്ടത്തിന്റെ മുദ്രകളും ചുവടുകളും അഭ്യസിക്കാനാവില്ലെന്നും അങ്ങ് ആനീസിനെ കൊണ്ട് അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ഒരു പരാജയമായിരിക്കുമെന്നും ചില ഉത്തരേന്ത്യൻ നർത്തകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടല്ലോ. ആനീസിന്റെ പ്രോഗ്രാം പരാജയപ്പെട്ടാൽ ഞാൻ ചിലങ്ക അഴിച്ചു വെച്ച് ഈ രംഗത്തോട് വിട പറയുമെന്ന് എഴുതിക്കോളൂ. ആ, ഇതാണ് ആനീസ്. ഹലോ. ഇവർ പ്രസ് റിപ്പോർട്ടേഴ്സ് ആണ്. ഒരു സ്നാപ്പ്. നിങ്ങളൊന്ന് മാറി പ്ലീസ്. ഡൽഹി കിട്ടുന്ന ഓരോ കയ്യടിയും ആനി ഗുരുജിക്ക് കൊടുക്കുന്ന ഗുരുദക്ഷിണയാ. എങ്കിരുന്ന് നേരെ പോണാ ദേവീ ക്ഷേത്രത്തിനുടെ നടയിലെത്താം. അവിടെ ചെന്ന് ദേവിയെ പാക്കലാം, തൊഴലാം. എന്നിട്ട് അവിടെ ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞാ നമ്മ വിവേകാനന്ദ റോക്ക് കാണാം. പണ്ട് സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്നിട്ട് തൻ്റെ കായുമുണ്ട് തച്ചുടുത്തിട്ട് കടലിലേക്ക് ഒറ്റ ചാട്ടം എന്നിട്ട് ഒറ്റയ്ക്ക് നീന്തി അന്ത പാറ മേലെ ഉட்கார்ந்துச்சு. എതുക്ക്? ചൂണ്ടെടുത്തിട്ട് 3 ദിവസം തണ്ണി പോലും കുടിക്കാതെ ഒരേ ധ്യാനം. ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസം വന്ന് വിളിച്ചിട്ട് പോലും അദ്ദേഹം മടങ്ങി വന്നില്ല. 3-ാം ദിവസം അർദ്ധരാത്രി 10:30 മണിക്ക് കാറ്റും കോളും കൊണ്ട് இந்த കടലെല്ലാം തിങ്ങി അലറും പോത് ഒരു മനുഷ്യൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വള്ളത്തിലേറി സ്വാമിയുടെ അടുത്തേക്ക് ചെന്താச்சு. யார் அந்த பெரிய மனிதன்? എങ്ക അപ്പ എന്നെ അമ്മാവട്ടെ കണവൻ. അപ്പ വേലടാ എന്നോட സ്വന്ത അപ്പ. എന്നോட അപ്പ താ സ്വാമിയെ തിരുമ്പി കൊണ്ടുവന്നത്. വിഷ്ണു ചേട്ടൻ ഈ സമയത്ത് വീട്ടിലുണ്ടാവില്ല. എനിക്ക് വിഷ്ണുവിനെ കാണണം. എവിടെ ഉണ്ടാവുന്ന വല്യമ്മയോട് ചോദിക്കാം. ആരാ? മദാമ ചേച്ചിയാ. വിഷ്ണു ചേട്ടനെ കാണാൻ വന്നതാ ചേച്ചി. അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? കുറവുണ്ട് കുഞ്ഞെ. നിശേഷം മാറണമെങ്കിൽ
മരിച്ചേ പറ്റൂ. ആ, വിഷ്ണു എപ്പോഴും മോടെ കാര്യം പറയാറുണ്ട്. വിഷ്ണുവിന് എന്നെ വലിയ ഇഷ്ടമാണ്. എനിക്ക് വിഷ്ണുവിനെയും. സന്ധ്യയ്ക്കും മറ്റും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കരുത്. ഇവിടത്തെ എല്ലാ മനുഷ്യരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ആ, വിഷ്ണു എവിടെ പോയി? അരിയും മറ്റും മേടിക്കാൻ പോയതാ, ഇപ്പൊ എത്തും. അമ്മിണി, ഈ കുഞ്ഞിന് എന്താ കുടിക്കാൻ കൊടുക്കുക? ഒന്നും വേണമെന്നില്ല. ഞങ്ങള് പാവങ്ങളാ. ഈ വീട് കണ്ടില്ലേ? അയ്യോ, അതുകൊണ്ടല്ല. എനിക്ക് വിഷ്ണുവിനെ അമ്മയും ഈ വീടും ഒക്കെ ഇഷ്ടാ. മാതാമ ചേച്ചി പാവുവാ, വിഷ്ണു ചേട്ടനേക്കാൾ പാവുവാ. ആനിയോ? വിഷ്ണു എന്നെ കാണാൻ വന്നില്ലെങ്കിലും ഞാൻ വിഷ്ണുവിനെ കാണാൻ വരും. 2 ദിവസമായില്ലേ കണ്ടിട്ട്. ഞാനിതിൽ ആനിയെ ബീച്ചിലെല്ലാം തെരഞ്ഞു. ഗുരുജി വീട്ടുതടങ്കിലാക്കിയിരിക്കുന്ന കരുതിയത്. ആ, ഞാൻ വന്ന എന്തിനാന്നറിയോ? വേഗം റെഡിയാവ്. എന്തിനാ? എനിക്കിന്ന് ദ ഗ്രേറ്റ് സിംഗർ അശ്വതി തമ്പുരാട്ടിയെ കാണണം. ഗുരുജിയുടെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. അയ്യോ, ഇന്ന് പറ്റും തോന്നില്ല. ഷോ, ഇന്ന് പറ്റണം വിഷ്ണു. ഗുരുജി പറഞ്ഞല്ലോ അശ്വതി തമ്പുരാട്ടിയെ കണ്ടോളാൻ. അയ്യോ, അതിവിടുന്ന് 10-30 കിലോമീറ്റർ പോണം. അതിനെന്താ, നമുക്ക് ടാക്സി പോവാം. തമ്പുരാട്ടി ഗ്രേറ്റ് സിംഗർ ആണെന്ന് നമ്പൂരിയെങ്കിലും പറഞ്ഞു. ശരിയാ കുഞ്ഞെ. നാടുവാണ പൊന്നു തമ്പുരാന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിയ കൈകളാ തമ്പുരാട്ടിയുടേത്. പ്ലീസ് വിഷ്ണു. ജസ്റ്റ് മിനിറ്റ്, ഞാൻ ഈ ഡ്രസ്സും ചേഞ്ച് ചെയ്തോട്ടെ. ആരാ പാടിയത്? കുട്ടിയാണോ പാടിയത്? കുട്ടി അകത്തേക്ക് വന്നോളൂ. 2 ആളും വന്നോളൂ. ഇരിക്കൂ. ഇരുന്നോളൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. എവിടെ നിന്ന് വരുന്നു? ഇവിടെ അടുത്താണോ? ഞാനിവിടെ കന്യാകുമാരിയിലൊരു ഗൈഡാണ്. ആനീസിന് തമ്പുരാട്ടിയെ കാണണമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നാണ്. ആനീസിന്റെ നാട് എവിടെയാ? കാനഡ. ഇവിടെ ടൂറിസ്റ്റ് ആണോ? അല്ല, നൃത്തം പഠിക്കാൻ വന്നതാ. സംഗീതവും. ഭാരതീയ കലാക്ഷേത്രയിലാണ്. ഐ സി. രവീന്ദ്രവർമ്മയുടെ ശിഷ്യയാണല്ലേ? എത്ര കാലായി? 1 year. അത്രയായുള്ളോ? പാട്ട് ഞാൻ കേട്ടു, നന്നായിട്ടുണ്ട് കേട്ടോ. ബാക്കിയോട് പാടിക്കോളൂ, കേൾക്കട്ടെ. പാടൂ. പാടിക്കോളൂ. നീലക്കടമ്പിൻ പൂവുകൾ ചൂടി നീലനിശീഥിനി യാമങ്ങൾ തോറും നാദമനോഹര രൂപിണിമാർ പാടും രാധാമാധവ ഗാനവുമായി കാത്തിരിപ്പൂ.
എന്ത് നല്ല തമ്പുരാട്ടിയാ, എന്തൊരു സ്നേഹം, എന്ത് നല്ല പെരുമാറ്റം. ഇവിടെ വന്നിട്ട് തമ്പുരാട്ടി പരിചയപ്പെടാതെ പോയെങ്കിൽ വലിയ നഷ്ടമായനെ. ഒക്കെ ശരിയാ, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവർക്ക് ദുഃഖം മാത്രമേ ബാക്കിയുള്ളൂ. കോവിലകത്തിന്റെ അകത്തളത്തിൽ എരിഞ്ഞമരുന്ന ഹോമകൊണ്ടാണ് തമ്പുരാട്ടിയുടെ ഹൃദയം. ഞങ്ങൾ യാത്ര ചോദിച്ചിറങ്ങുമ്പോ തമ്പുരാട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഓ, കരയും കുട്ടിയെ. അവരെന്നല്ല, അവരുടെ സ്ഥാനത്ത് ആരായിരുന്നാലും കരഞ്ഞു പോകും. തമ്പുരാട്ടിക്ക് ഹസ്ബൻഡും കുട്ടികളൊന്നുമില്ലേ അങ്കിൾ? ഭർത്താവ് ഉണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു. പക്ഷെ ജീവിതത്തിൽ അവർക്ക് ഭാര്യയായോ അമ്മയായോ ജീവിക്കാനായില്ല. ആരായിരുന്നു തമ്പുരാട്ടിയുടെ ലവ? മാധവറാവു ദിവാൻ, പ്രസിദ്ധ സംഗീതജ്ഞയായ തമ്പുരാട്ടിയുടെ അടുക്കൽ സംഗീതം പഠിക്കാൻ വന്ന ആ ദിവാനെ വലിയ തമ്പുരാൻ ആദരവോടെ സ്വീകരിച്ചു. എങ്ങനെയുണ്ട് നമ്മുടെ ദിവാന്റെ പാട്ട്? കേമൻ തന്നല്ലേ? ശരീരം കൊള്ളാം, പക്ഷേ രവീന്ദ്രവർമ്മയോളം വരുമോ എന്നൊരു സംശയം. അനന്തൻ അല്ലേലും രവിയുടെ ആളാണല്ലോ അല്ലേ? ആളാണെന്ന് മാത്രമല്ല, ആരാധകരുമാണ് നിങ്ങളുടെ കൂട്ടിക്കോളൂ. എന്താ, അതൊരു കല തന്നെയാണേ. എനിക്കൊരു ആഗ്രഹം തോന്നണം. എന്താ? അശ്വതിക്കുട്ടിയും രവീന്ദ്രവർമ്മയും തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും ഇല്ലേ? നമുക്ക് സമ്മതം തന്നെ. സമയമാകട്ടെ അനന്ത, നമുക്ക് ആലോചിക്കാം. അല്ലേ, ഈ അശ്വതിക്കുട്ടി പാടാൻ പോകുന്നിടത്തൊക്കെ ഈ ദിവാൻ ഇങ്ങനെ കൂടെ പോകുന്നത് ശരിയാണോന്ന്? ഏയ്, അശ്വതി എന്റെ മോളാ, അവൾക്കറിയാം.
നശിച്ചു, എല്ലാം നശിച്ചു. ചതിച്ചല്ലോ എന്റെ പരദേവതേ. ഈ കോവിലകത്തിന്റെ അന്തസാക തകർന്നു വീണല്ലോ. എവിടെയാ മുദേവി? വിളിക്കവളെ. ഇങ്ങനെ വിഷമിച്ചിട്ടും ബഹളം വെച്ചിട്ടും എന്താ കഥ? അശ്വതി നമ്മുടെ മകളായി പോയില്ലേ? മകളോ? നോവളെ പടിയടച്ച പിണ്ടം വയ്ക്കും. അല്ലെങ്കിൽ കാരണവന്മാരുടെ ആത്മാക്കൾ നമ്മോട് പൊറിക്കില്ല. പാട്ട് പഠിക്കാൻ വന്ന ആ ദിവാനെ പറ്റി വല്ല അറിവുണ്ടോ അനന്ത? എന്തറിയാൻ, ഈ ദിവാൻമാർക്കും രാജാക്കന്മാർക്കും ഒക്കെ എന്തു ആകാവല്ലോ. പണ്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഒരു കള്ള ലക്ഷണം. ഞാൻ തമ്പുരാനോട് അന്നേ പറഞ്ഞിട്ടുള്ളതാ. ആ സുഹൃതക്ഷയം. ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അശ്വതി തമ്പുരാട്ടി മാധവറാവ് ദിവാന്റെ കുട്ടിയെ പ്രസവിച്ചു. മകൾ വരുത്തിവെച്ച് അപമാനഭാരം താങ്ങാനാവാതെ അപ്പൻ തമ്പുരാൻ ഹൃദയം പൊട്ടി മരിച്ചു. അപ്പോ ആ കുഞ്ഞ്? തമ്പുരാട്ടിയുടെ കഴിഞ്ഞ കാലത്തിന്റെ സ്മരണയ്ക്കായി ജീവിക്കാതെ പ്രസവം കഴിഞ്ഞ ഉടനെ ആ കുഞ്ഞും അവരെ വിട്ടുപോയി. ഓ ഗോഡ്. ഓരോ മനുഷ്യ ജീവിതവും മഹാ അധ്യായങ്ങൾ അടങ്ങിയ ഓരോ കഥകളാണ് കുട്ടിയെ. വിഷ്ണു നോക്കിക്കോ, ഡാഡിയും മമ്മിയും ഒബ്ജക്ട് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. എന്തായാലും ഇത്ര പെട്ടെന്ന് അറിയിക്കണ്ടായിരുന്നു. ഈ വിഷ്ണുവിനൊന്നും അറിയില്ല. എന്റെ ഡാഡിയും മമ്മിയും പറ്റി എനിക്കല്ലേ അറിയൂ. കലാക്ഷേത്രത്തിലെ പഠിത്തം കഴിഞ്ഞ് ആനി മടങ്ങിപ്പോകും. നോ, ഞാൻ മാത്രമല്ല, ഐ നീ വിത്ത് വിഷ്ണു. ഏയ്, ഈ നാടൻ ഇന്ത്യക്കാരനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ സായിപ്പ്മാർ കഴിയില്ല. ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. സായിപ്പന്മാരെന്താ മനുഷ്യരല്ലേ? എന്റെ മമ്മി എന്താ മലയാളിയല്ലേ? എനിക്കറിയാം. നോ ഐ ആം നോട്ട് എ കനേഡിയൻ. യു സേ ഐ ആം ഇന്ത്യൻ. വിഷ്ണുവിന് ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. 101 വട്ടം ഇഷ്ടമാണ്. പക്ഷേ ഓർമ്മ വച്ച നാൾ മുതൽ അനാഥനാണെന്ന് ഓർക്കാൻ പോലും അനുവദിക്കാതെ എന്നെ വളർത്തിയ മുത്തശ്ശി. എന്നാ നമുക്ക് മുത്തശ്ശിയെ കൂടി കൊണ്ടുപോവാം. അതും അല്ലെങ്കിൽ ഞാൻ ഇനി തിരിച്ച് കാനഡയ്ക്ക് പോകുന്നില്ല. എന്താ? ഒന്ന് ശീഘ്രം പോടണ്ണാച്ചി. ഒന്ന് പോടോ അണ്ണാച്ചി. സായിപ്പന്മാർക്ക് കൊടുത്തിട്ടേ തരാൻ പറ്റൂ കേട്ടോ. 1972 ഈ സായിപ്പ് കന്യാകുമാരി കാണാൻ വന്നപ്പോ അന്ന് കുടിച്ച ചായയുടെ രുചി കൊണ്ടാ സായിപ്പ് വന്ന കാലിൽ നമ്മുടെ കടയിലോട്ട് വന്നത്. അതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ട് തരാൻ പറ്റൂ. ഹൗ ആർ യു സായിപ്പേ? ഫൈൻ. യു ഫൈൻ? എന്നാ ഞാനും ഫൈൻ. ആ, പലപ്പോഴും ഞാൻ പറയണമെന്ന് കരുതിയതാണ്. എന്താണെങ്കിലും സസ്പെൻസ് ഇതാ പറയ് വിഷ്ണു. നേരെ ഒരുപാടായി. ഗുരുജി അറിഞ്ഞ തുടങ്ങും വഴക്ക്. ആനിക്ക് വെസ്റ്റേൺ ഡ്രസ് ഒന്ന് മാറ്റിക്കൂടെ? എന്താ കാര്യം? വേഷത്തിൽ മാത്രമാണ് ആനി ഇപ്പോഴും കാനഡക്കാരി. ഭാഷയിൽ, പെരുമാറ്റത്തിൽ എല്ലാം ആനി ഇപ്പോഴും ഒരു ഇന്ത്യനാണ്. ശാലീന സുന്ദരിയായ ഒരു നാടൻ പെണ്ണ്. അല്ലെങ്കിലും ഞാൻ ഇന്ത്യക്കാരിയാണല്ലോ. മൈ മദർ ഇസ് ഇന്ത്യൻ. നോ, മൈ കൾച്ചർ ഇസ് ഇന്ത്യൻ. യു ടെൽ മീ, ഞാൻ എന്ത് ഡ്രസ്സാ ധരിക്കേണ്ടത്? ഞാൻ പറയുന്നത് ആനിക്ക് ഇഷ്ടമാവൂ? വിഷ്ണുവിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടമെന്ന് കരുതിക്കോളൂ. സാരിയും ബ്ലൗസും ആനിക്ക് നന്നായി മാച്ച് ചെയ്യും. റിയലി? ആനി ധരിക്കുമെങ്കിൽ ഞാൻ വാങ്ങിത്തരാം. വിഷ്ണുവിന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് ഞാൻ പറയട്ടെ. ലിറ്റിൽ റൊമാൻസ്. ആര് പറഞ്ഞു? ഈ മുഖം കണ്ടാൽ അറിയാലോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ മിസ്റ്റർ ഡിസൂസ. ഔ, സുന്ദരനല്ലേ? Fine. Where is Mr. Ravindra Verma? വർമ്മജി there. Any problem? Nothing. Where is Mr. Verma? ഏയ്, സായിപ്പേ ഒന്ന് നിന്നോളൂ. ഏയ്, അരുന്ധതി, ഗുരുജിയെങ്കിൽ എന്നെ തിരക്കിയോ? തിരക്കി. വിവരമെല്ലാം അറിഞ്ഞോ? എന്താ കുട്ടി എന്തിനുള്ള പുറപ്പാടാ? എന്താ? കുട്ടിയുടെ ഫാദർ വന്നിട്ടുണ്ട്. സായിപ്പ് വർമാജിയോട് അങ്ങോട്ട് കയർക്കുക. വേഗം ചെല്ലങ്ങട്. വാ, നമുക്ക് ഹോസ്റ്റലിലേക്ക് പോവാം. മൈ ഗോഡ്. Stop it, Verma. I sent her here only to study the dance and not for making any love affair. You may please listen me, Mr. D'Souza. No, no, no. I don't want any explanation from you. I respect you very much, but you... കേട്ടില്ലേ? വർമ്മജി ചീത്ത വിളിക്കായിരിക്കും. തൃപ്തിയായില്ലേ? Where is your lover? Answer me. Where is that devil? Come on, answer me. Where is that Vishnu? I will kill him. Dad. Come on. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. നിങ്ങൾക്കൊന്നും അറിയില്ല? അല്ലെങ്കിൽ തന്നെ വിഷ്ണുവിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അതിൽ ഡിസൂസ് എത്ര കോപിക്കാൻ എന്താ കാര്യം? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല.
ഒന്നും സംഭവിച്ചെന്നല്ല പറഞ്ഞത്. ഡിസൂസ വല്ലാതെ കോപിച്ചിരിക്കുന്നു. അയാൾ വലിയ നിലയും വിലയുമുള്ള ആളാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അനന്തരം അറിയാമല്ലോ. പക്ഷേ അയാൾ പോലും എന്നെ തിരിച്ചിരിക്കുന്നു. വർമാജി വിഷമിക്കണ്ട, എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല കുട്ടിയെ. കടല് കണ്ട് നീ ഇവിടെ എത്തിയത് നിനക്കും നിന്റെ കുടുംബത്തിനും കലയോടുള്ള അമിതമായ സ്നേഹം കൊണ്ടല്ലേ? ഈ പ്രായത്തിൽ പ്രേമമൊക്കെ ഒരു രസാ. പക്ഷെ അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് താളം തെറ്റിക്കും. അതുകൊണ്ട് നീ നിന്റെ ഡാഡിയുടെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുക. അല്ലെങ്കിൽ നീ ഇന്ത്യയോട് വിട പറയേണ്ടി വരും കുട്ടിയെ. നീ പോയാൽ ഡൽഹിയിലെ നിന്റെ ഡാൻസ് പ്രോഗ്രാം നടക്കാതെ വന്നാൽ വർമാജിയുടെ സ്ഥിതി ഒന്ന് ആലോചിക്കൂ കുഞ്ഞേ. ഇപ്പോഴും ആനിക്ക് വിഷ്ണു പ്രധാനം. അമേരിക്കയും നിന്നെ തെളിയിച്ച ഡാഡിയല്ല, നിന്നെ മകളെപ്പോലെ സ്നേഹിക്കുന്ന വർമാജിയല്ല. എന്റെ വിഷ്ണുവിനെ ഡാഡി എന്തെങ്കിലും ചെയ്യും. പിന്നെ ഡിസൂസയ്ക്ക് അതിനല്ലേ സമയം. ചെന്ന് ഡാഡിയോട് ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ചെല്ലു കുട്ടിയെ. നല്ല കാലത്ത് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം പൊല്ലാക്കാലത്ത് അനുഭവിക്കും എന്ന് പറയുന്നത് നേരാ. ചെറുപ്പകാലത്ത് നിന്നെ എടുത്ത് വളർത്തിയത് കൊണ്ടല്ലേ വയസ്സുകാലത്ത് അവരെ സഹായിക്കാൻ നീ ഉണ്ടായത്. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? അസുഖം കുറവുണ്ടോ? அவரை கொண்டு போவாதீங்க. ஐயா விடுங்க ஐயா, அப்பாவே அவர் அம்மாவுக்கு மருந்து வாங்கிட்டு போறீங்க. விடுங்க ஐயா, அவர் அம்மா கிட்ட நான் என்ன சொல்றேன்? സാർ, വിഷ്ണു മയക്കം പോട്ട് വീട്ടിട്ടെ. அது தானே மயக்கம் தெரிஞ்சிடும். சார், நாங்க விஷ்ணுவோட பக்கத்து வீட்டுக்காரே. அவன் பேரு சொன்னா உள்ள தள்ளிடுவேன். போடா வெளியே. சார், விஷ்ணுவோட பெரியம்மா ரொம்ப சீரியஸா இருக்கு. தயவு செய்து அவனை விட்டுடுங்க. இந்த கேஸுக்கு ஜாமீன் கிடையாது. அவட அப்பா வந்து ஸ்டேட் விஐபி. தயவு செய்து போடா வெளியே. போடா வெளியே. കഷ്ടമായി പോയി കേട്ടോ കുട്ടിയുടെ അച്ഛൻ സാഹിബ് കാണിച്ചത്. എന്താ ഭാഗീരഥി? വിഷ്ണുവിനെ പോലീസ് തല്ലിച്ചാച്ചു എന്നാ കേട്ടെ. വിഷ്ണുവിനെ കുട്ടിയുടെ അച്ഛൻ സാഹിബ് പരാതിപ്പെട്ടിട്ടാ വിഷ്ണുവിനെ പോലീസ് പിടിച്ചത്. മരിക്കുന്നതിന് മുത്തശ്ശിയൊന്ന് കാണാൻ പോലും പോലീസ് വിട്ടില്ല. ആരെ കാണിക്കാനാ ഈ കള്ളക്കണ്ണീര്? നാട്ടുകാർ കണ്ട മദാമെ തല്ലിക്കൊല്ലും. വിഷ്ണു ஓ அப்படியா? அப்ப நீதான் இந்த இண்டோகாண்ட லவ் ஸ்டோரியில ஹீரோயின். Where's my Vishnu? Please. அவனை விட்டாச்சு. எப்போ? இப்போதான் கலாக்ஷேத்திரையில குருஜி ரவீந்திர வர்மா போன் பண்ணியாச்சு. அதனால தான் விட்டேன். ഞാൻ അറിഞ്ഞില്ല വിഷ്ണു. ഐ എം സോറി വിഷ്ണു. ഐ എം റിയലി സോറി വിഷ്ണു. പ്ലീസ് ആനി പൊയ്ക്കോളൂ. നോ, ഡാഡി ചെയ്ത തെറ്റിന് വിഷ്ണു എന്തിനാ എന്നോട് പിണങ്ങുന്നത്? തെറ്റ് ചെയ്ത ഞാനാണ്. വിദേശിയായ ആനിയോട് ഒരു ഗൈഡായി ഞാൻ അടുപ്പം കാണിക്കരുതായിരുന്നു എന്നാര് പറഞ്ഞു? എന്റെ മനസ്സ് പറയുന്നു. എന്നെ ഒരു നോക്ക് കാണാൻ കൊതിച്ച എന്റെ മുത്തശ്ശിയുടെ ആത്മാവ് എന്നോട് പറയുന്നു. പ്ലീസ് ആനി, എന്നെ വെറുതെ വിടും. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്താ പറഞ്ഞത്? വിഷ്ണുവിന് എന്നോട് ഒട്ടും സ്നേഹമില്ലല്ലേ? എന്നെ വിട്ട് പോവോ? പോവും. പോവോ? പോവോ? പോയേ പറ്റൂ. ആനി, ആനി, അവിടെ നിൽക്കാൻ. ആനി, എന്താ ഈ കാര്യം? ഞാൻ കാരണം വിഷ്ണു ബുദ്ധിമുട്ടുണ്ട്. എന്താ ആനി ഇത്? വിഷ്ണു വരാനാ പറഞ്ഞത്. പ്ലീസ് അനി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്റെ വിഷ്ണു എന്നോട് പിണങ്ങിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. പറയൂ, എന്റെ കൂടെ വരില്ല വിഷ്ണു? വരാം മോളെ. എന്റെ വിഷ്ണു. ഒന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ആരുടെയും വായി മുടിക്കിട്ടാൻ നമുക്കാവില്ലല്ലോ. പക്ഷെ ആനി അങ്ങേക്ക് കിട്ടിയ ഉത്തമ ശിക്ഷ തന്നെയാ. അവൾ അങ്ങയുടെ യശസ് ഉയർത്തും.
സംശയമില്ല. ഗുഡ് ഈവനിങ് ഗുരുജി അങ്കിൾ. ആനി എവിടെ പോയിരുന്നു? ഞാൻ ഹോസ്റ്റലിൽ വരെ പോയി. ആനി, പ്രോഗ്രാമിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തെങ്ങും അധികം ചുറ്റി നടക്കാതെ പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് നൈറ്റ് ഫുള്ളായി ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. അത് വേണ്ട, ഈവനിങ്ങിൽ ഒരു 4 മണിക്കൂർ, മോർണിംഗിൽ ഇപ്പോൾ ചെയ്യുന്ന അത്രയും ടൈമും. ശരി. ഡൽഹിയിലെ ഭരതനാട്യവും കുച്ചിപ്പുടിയും മറ്റും വർമാജിയുടെ പുതിയ വ്യാഖ്യാനത്തോടെ ആനി അവതരിപ്പിക്കുന്നതിനെ പറ്റി പത്രങ്ങൾ വരുന്ന റിപ്പോർട്ടൊക്കെ വായിക്കാറില്ലേ? അതങ്ങോട്ട് കലക്കണം. എന്താ? ഗുരുജി അങ്കിളിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കെല്ലാം നേടാൻ കഴിയും. ആ ചെല്ല്. ഫാന്റാസ്റ്റിക്. റിയലി യു ആർ ഗ്രേറ്റ്. ഡൽഹിയിലെ പ്രോഗ്രാമിന് വിഷ്ണുവിനെ കൂടി കൊണ്ടുപോകാൻ പറയട്ടെ. അതൊക്കെ നിങ്ങളെപ്പോലെ വലിയ ആൾക്കാർക്കുള്ളതല്ലേ. ഈ പാവം ഗൈഡിനെ വിട്ടേക്കും. നോക്കിക്കോ, കാനഡയിൽ ചെന്ന് ഞാനും വിഷ്ണു കൂടി വലിയൊരു കലാക്ഷേത്രം ഉണ്ടാക്കും. എന്നിട്ട് വിഷ്ണു ഗുരുജി, ഞാൻ മിസ്സസ് വിഷ്ണു. മിസ്സസ് ഗുരുജി. എന്താ കാര്യം എല്ലാവരും കൂടി? ഹാപ്പി ബർത്ത്ഡേ ടു യു. ആര് പറഞ്ഞു ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന്? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇന്ന് ഗുരുജി അങ്കിളിന്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന് അറിയാമോ? അറിയില്ലെന്നേ, പറഞ്ഞു കൊടുക്കൂ. 48. ഞാനിതൊന്നും ഓർത്ത് വെക്കാറില്ല കുട്ടി. വേണമെങ്കിൽ ഇന്ന വർഷങ്ങൾക്കിടയിൽ രവീന്ദ്രവർമ്മ ഈ ഭൂമി സന്ദർശിച്ചു പോയി എന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇതൊക്കെ എന്താ അനീസ്? ഗുരുജി അങ്കിൾ ഇന്ന് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. മുടങ്ങിപ്പോയ എല്ലാ ബർത്ത്ഡേയും ഇന്ന് ഒന്നിച്ചാഘോഷിക്കണം. കുട്ടിയോട് ആഗ്രഹമില്ലേ? ഗുരുജി പാടുന്നു, ഞാനും അരുന്ധതി നൃത്തം ചെയ്യുന്നു, നമ്പൂരി അങ്കിൾ മൃദംഗം വായിക്കുന്നു, മറ്റുള്ളവർ ആസ്വദിക്കണോ? പാടും പ്രിയരാഗം ദേവി നിൻ രൂപം പാടും പ്രിയരാഗം ഹൃദയവനിയിൽ ഒഴുകി ഒഴുകി സിരകളിൽ കുളിർ തഴുകി തഴുകി വരുന്നിതാ എന്നോർമ്മയിൽ ദേവി നിൻ രൂപം പാടും പ്രിയരാഗം ഹൃദയവനിയിൽ ഒഴുകി ഒഴുകി സിരകളിൽ കുളിർ തഴുകി തഴുകി വരുന്നിതാ എന്നോർമ്മയിൽ. പ്രാണഹർഷം ഏകിടുവാൻ ദേവതയായി നീയരികിൽ പ്രാണഹർഷം ഏകിടുവാൻ ദേവതയായി നീയരികിൽ സ്വരഗംഗയായി ഒഴുകി വരൂ മമ ജീവനിൽ സംഗീതമായി സുധാരസം പകരുവാൻ വാ ദേവി നിൻ രൂപം പാടും പ്രിയരാഗം ഹൃദയവനിയിൽ ഒഴുകി ഒഴുകി സിരകളിൽ കുളിർ തഴുകി തഴുകി വരുന്നിതാ എന്നോർമ്മയിൽ.
പാടുന്നു വെഞ്ചാമരം വീശിടുന്നു ഈ വേളയിൽ മുടി നിറയെ മലർച്ചൂടി നീ കടമിഴിയിൽ കവിതയുമായി. മണിമഞ്ചലിറങ്ങി നിവാദേവി നിൻ രൂപം പാടും പ്രിയരാഗം ഹൃദയമണിയിലൊഴുകി ഒഴുകി സിരകളിൽ കുളി തഴുകി തഴുകി വരുന്നിതാ കലാക്ഷേത്രയുടെ അഭിമാനം തന്നെയാണേ നമ്മുടെ മാതാമക്കുട്ടിയെ. കുട്ടികളൊക്കെ വരുന്നുണ്ടല്ലോ. ഗുരുജി, ആനീസിന്റെ ഡൽഹി പ്രോഗ്രാമിനെ കുറിച്ച് ടിവിയിൽ വാർത്തയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പത്മഭൂഷൺ കിട്ടിയപ്പോൾ ഉളവായതിലും സന്തോഷമാണ് ആനീസിനെ കൊണ്ട് നൃത്തം ചെയ്യിക്കാൻ ഭാരതോത്സവത്തിന്റെ സംഘാടകർ സമ്മതിച്ചപ്പോൾ ഉണ്ടായത്. ആദ്യമായി ആനീസ് ഡിസോസിയോത്തോടെ വന്നപ്പോ എനിക്ക് തോന്നിയത് ഒരാഴ്ച പോലും തയ്ക്കാതെ ഈ മാതാമക്കുട്ടി അങ്ങോട്ട് മടങ്ങി പോകുന്നു. ആനീസ് ഒരു അത്ഭുത നർത്തകിയാണെന്നാ വാർത്തയിൽ പറഞ്ഞത്. ആനിയിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു പാഠം കൂടി പഠിക്കാനുണ്ട്. യഥാർത്ഥമായ കലയെ ഉൾക്കൊള്ളാൻ ഭാഷ, സംസ്കാരം, പാണ്ഡിത്യം ഇവ ഒന്നും തന്നെ തടസ്സമാകുന്നില്ല. ആനിയുടെ ദില്ലി പ്രോഗ്രാമിന്റെ വീഡിയോ കാസറ്റ് ഞങ്ങൾക്ക് കാണാൻ കൊണ്ടുവരില്ലേ ഗുരുജി? ഒന്ന് ചുമ്മാരിക്കും കുട്ടിയെ, ഇതിലൊക്കെ എന്താ സംശയം? ആനീസ് നിർത്തഞ്ഞ സമയത്ത് തന്നെ ഇന്ത്യക്കാർക്കെല്ലാം ടിവിയിൽ അത് കാണാൻ കഴിയും. ആനിയെ പോലെ നിങ്ങൾ എല്ലാവരും പേരും പ്രശസ്തിയും നേടണമെന്നാണ് എന്റെ ആഗ്രഹം. ഗുരുജിക്ക് ഒരു കത്തുണ്ട്. എല്ലാരും ക്ലാസ്സിലേക്ക് വെക്കോളൂ. വരൂ കുട്ടിയെ, വരൂ. വരൂ വരൂ കുട്ടിയെ. സദസ്സിന്റെ മുന്നിൽ വെച്ച് ഇത്രയും ശത്രുത കാണിച്ച് എന്നെ അപമാനിക്കാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഒന്ന് കാണാൻ വന്നു, അത്രമാത്രം. എന്റെ ജീവിതം ഈ വിധമാക്കിയതിൽ വർമാജിക്ക് ഉത്തരവാദിത്വമില്ലേ? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്നോടല്ലേ വെറുപ്പുള്ളൂ. സ്ത്രീ വിദ്വേഷയാണെന്ന് അഭിനയിച്ച നിങ്ങളുടെ മദാമ പെണ്ണുമായിട്ടുള്ള ബന്ധം നാട്ടിലെല്ലാവർക്കും അറിയാം. അവളെ ലോകോത്തര നർത്തകിയാക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലുള്ള നാറുന്ന രഹസ്യങ്ങൾ എനിക്കറിയാം. പക്ഷെ ഒന്നോർത്തോളൂ, ഒരു പെണ്ണിനും നിങ്ങളെ സ്നേഹിക്കാനാവില്ല, അനുസരിക്കാനും കഴിയില്ല. ആനി നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നത് നാളെ നമുക്ക് കാണാം. തൽക്കാലം നിർത്തുന്നു. സത്യഭാമ. നീ എന്റെ മകളാണ്. നീ ലോകോത്തര നർത്തകിയാവും. അത് ശരി, അപ്പൊ അവള് നിന്നെ പരിചയപ്പെട്ടു. ഐ, ആവശ്യമില്ലാത്ത ആൾക്കാരോട് പരിചയപ്പെടാൻ പോകരുന്ന് പറഞ്ഞിട്ടില്ലേ കുട്ടിയെ? അവള് നിന്നെ വന്ന് പരിചയപ്പെട്ട എന്തിനാണെന്ന് അറിയോ? നീ ഞാനും ബഹുമാനിക്കുന്ന ആ വലിയ മനുഷ്യന്റെ മനസ്സിനെ ഇനിയും വേദനിപ്പിക്കാനാ. അവൾ സത്യഭാമ. വർമാജി എന്ന വലിയ മനുഷ്യന്റെ ജീവിതത്തെ പന്താടിയ സത്യഭാമ. ജീവിതം പന്താടിയെന്നോ? തെളിച്ചു പറയൂ. ഇനിയും നിന്നോട് പറയാതിരുന്നിട്ട് എന്താ കാര്യം? രവീന്ദ്രവർമ്മയ്ക്ക് പത്മഭൂഷൺ ലഭിച്ച കാലം നാട് നീളെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നടത്തിയായിരുന്നു അദ്ദേഹം. सुख सारे गतमभिसारे मदन मनोहर वेशम रति सुख सारे गतमभिसारे मदन मनोहर
തമ്പിനി ഗമന വിളംബനം അനുസരതം ഹൃദയേശം രതിസുഖസാരേ ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി. നാമസമേതം കൃതസങ്കേതം വാദയത്തെ മൃദുവേണും. നാമസമേതം കൃതസങ്കേതം വാദയത്തെ മൃദുവേണും. ബഹുമനുതേയതനുതേ തനു സംഗത പവന ചലിതമപിരേണും. ബഹുമനുതേയതനുതേ തനു സംഗത പവന ചലിതമപിരേണും. ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി. രതിസുഖസാരേ. എന്തായി? നമുക്ക് ചേർന്ന ബന്ധമല്ല, ഫാമിലി ഒന്നും അത്ര നല്ലതല്ല. പിന്നെ നല്ല നൃത്തക്കാരിയാണെന്നൊരു ഗുണമുണ്ട്, അത്രേ ഉള്ളൂ. ഏതായാലും നമുക്ക് വേണ്ട. വ്യക്തമായി പറയൂ. സ്റ്റാറ്റസ് ഇല്ലാത്ത ഫാമിലി, അതാ സാരം. ഞാൻ ഇന്ന് കാണുന്ന സ്റ്റാറ്റസ് ഉണ്ടാക്കിയത് നൃത്തത്തിലൂടെയാണ്. മറ്റെന്ത് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും ആ കുട്ടിയുടെ നൃത്തത്തിലുള്ള കഴിവ്, നടനത്തിലുള്ള ആ മിഴിവ് അതെന്നെ വല്ലാതെ ആകർഷിച്ചു. അനന്തൻ അറിയുമല്ലോ, വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. ഏതായാലും നാളെ തന്നെ ആ കുട്ടിയുടെ വീട്ടുകാരെ കണ്ട് സംസാരിക്കണം. വർമാജിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. എതിർത്തിട്ട് ഫലമുണ്ടെന്ന് എനിക്കും തോന്നിയില്ല. ഒടുവിൽ സത്യഭാമയും വർമാജിയും തമ്മിലുള്ള വിവാഹം നടന്നു. അനാർഭാടമായിരുന്നു ചടങ്ങുകള്. ഡൈവോഴ്സ് ആകാൻ കാരണം? പുത്തരി തന്നെ കല്ല് കടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വർമാജി സത്യഭാമ എന്ന കലാകാരിയെ പൂജിച്ചു, അവരുടെ കഴിവിനെ ആരാധിച്ചു. പക്ഷെ അവർക്കാവശ്യം മറ്റു പലതുമായി. പതതി പതത്രേ വിചലതി പത്രേ ശങ്കിത ഭവതു പയാനം. പതതി പതത്രേ വിചലതി പത്രേ ശങ്കിത ഭവതു പയാനം. രചയതി ശയനം സചകിതനയനം പശ്യതി തവ പന്ഥാനം. അല്ല, ഉറങ്ങില്ലേ? ഭർത്താവിന് പറ്റിയ ഭാര്യ തന്നെ. വർമാജിക്ക് രാത്രി ഉറങ്ങണത് അത്ര താല്പര്യമുള്ള കാര്യമല്ല. നൃത്തത്തിന് വേണ്ടി രാഗങ്ങളും താളങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തി എത്ര രാത്രി വേണമെങ്കിലും ഉണർന്നങ്ങിടിരിക്കും. ഇന്നലെ പോലും വർമാജി സാധകത്തിന് വിഘ്നം വരുത്തിയില്ല. ഓ, നമ്പൂരി എപ്പോഴാ ഉറങ്ങുക? ഹായ്, അങ്ങനെ പ്രത്യേകിച്ച സമയമൊന്നുമില്ല. ഇന്നൽപ്പം നേരത്തെ ആവാന്ന് വിചാരിക്കുക.
ഗുഡ് നൈറ്റ്. ശുദ്ധ വികൃത സ്വര നിയമങ്ങൾ സത്യഭാമയ്ക്കറിയാമോ? നൃത്തം മാത്രം പോരാ, സംഗീത സംബന്ധമായ വിഷയങ്ങളും പഠിക്കണം. ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കൊള്ളൂ. ഉള്ളിൽ എന്തോ പകയുള്ളത് പോലെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എല്ലാം തെറ്റായ ധാരണകളാ. ഒരു പ്രത്യേക മനസ്സിന്റെ ഉടമയാ വർമാജി. നൃത്തവും സംഗീതവും കഴിഞ്ഞേ അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റെന്തിനും സ്ഥാനമുള്ളൂ. ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റാ. കേട്ടിട്ടില്ലേ? എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു പുരുഷന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് വിവാഹത്തോടെയാ. വർമാജിയുടെ ജീവിത രീതികളിൽ ഇനി സത്യഭാമയുടെ സ്വാധീനം ഉണ്ടാവണം. ഇന്നലെ വരെ എല്ലാം ആയിരുന്ന ഞാന് ഇന്നൊരു കാര്യക്കാരനായി ഈ പ്രമോഷൻ വാങ്ങുക. കാൽച്ചിലമ്പോടുള്ള സ്നേഹം പോലും എന്നോട് കാട്ടുന്നില്ല. എന്നിട്ടും ആരാധിക്കുകയാണത്രേ. ആരാധിക്കാനാണെങ്കിൽ എന്റെ ഒരു ഫോട്ടോ പോരെ. അല്പം കൂടി വെയിറ്റ് ചെയ്യ, എല്ലാം ശരിയാവുന്നേ. അദ്ദേഹത്തെ അടുത്തറിഞ്ഞിട്ടുള്ള ഞാനല്ലേ പറയണേ. ചെല്ല, അങ്ങോട്ട് ചെല്ലു ഭാമേ. നിൽക്കൂ. നീ എവിടെ പോകുന്നു? എന്റെ വീട്ടിലേക്ക്. ആമേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു. സത്യഭാമേ, ഈ ശബ്ദത്തിലും രൂപത്തിലും മാത്രമാണ് നിങ്ങളൊരു പുരുഷൻ. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്നോ. നീ പോകരുത്. നിന്നിലെ കലാകാരിയാണ് ഇന്നെന്റെ പ്രചോദനം. കലാകാരി? നിങ്ങൾക്കാവശ്യം പൂജിക്കാനൊരു സ്ത്രീ ശില്പത്തെ മാത്രമാണ്. അജന്ത ശില്പങ്ങളുടെ സൗന്ദര്യം മാത്രമാണ് നിങ്ങൾ എന്നിൽ ദർശിക്കുന്നതെങ്കിൽ അതുപോലെ ഒരെണ്ണം ഈ നമ്പൂതിരിയോട് പറഞ്ഞാൽ മതി, വാങ്ങിത്തരൂ. അപ്പോഴും ഭാമയെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല. എന്നാൽ ഭാരതമാകെ അറിയുന്ന വർമാജിയുടെ വിവാഹബന്ധം വേർപെടുത്തിയ കഥ അവൾ പത്രക്കാട് തുറന്നങ്ങോട്ട് പറഞ്ഞു. ആ വലിയ മനുഷ്യനെ ആണത്തമില്ലാത്തവനായി ചിത്രീകരിച്ചു. പത്രക്കാര് അവരുടെ ഭാവനയ്ക്കൊത്ത് എഴുതുകൂടി ചെയ്തപ്പോ വർമാജി എന്ന ആ വലിയ മനുഷ്യൻ തളർന്നു വീണതിന് ഞാൻ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഇങ്ങനെ ഒരു ട്രാജഡി ഗുരുജിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. സത്യഭാമ പോയ ശേഷം വർമാജിക്ക് സ്ത്രീവർഗത്തോടെ അമർഷ. സത്യത്തിൽ ആനി വന്നേ പിന്നെയാ അതൊന്നും മാറിയത്. ഇന്ന് അദ്ദേഹം ചിരിക്കണേനെ ക്രെഡിറ്റ് മുഴുവനും ആനിക്ക് മാത്ര. ഇനി ഭാമയെ കണ്ടാൽ മുഖം കൊടുക്കുവോ? വിഷ്ണു ചേട്ടന്റെ ബോട്ട് എന്തിയെ? വാടക കൊടുത്ത് ബോട്ട് എടുത്തുണ്ടെന്ന കേറിപ്പോൻ ടൂറിസ്റ്റ് വേണ്ടേ? ശരിയാ, ഇന്നൊരു ഒറ്റ ടൂറിസ്റ്റിനെയും കാണുന്നില്ല. ഞാൻ ഈ പൂവൊക്കെ എന്ത് ചെയ്യുവോ ആവോ. വിഷ്ണു, എന്താ വിശ്വാസാവുന്നില്ലേ? വാ, എല്ലാം പറയാം. ഞാൻ കേൾക്കാൻ പാടില്ലാത്ത രഹസ്യ. തൽക്കാല രഹസ്യ, പിന്നെ പരസ്യവും. ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ബോംബെക്ക് പോകുന്നു. അവിടെ നിന്നും വിഷ്ണുവിന്റെ പാസ്പോർട്ടും വിസയും റെഡി ആയാലുടൻ കാനഡയ്ക്കും. എന്താ വിശ്വാസാവുന്നില്ലേ? മമ്മി വിളിച്ചു വിഷ്ണു. ബോംബെയിലുള്ള ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് മിസ്റ്റർ ഫെർണാണ്ടസിനോട് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യാനും പറഞ്ഞു. ഗുരുജിയോട് പറഞ്ഞു? പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞ ആകെ പ്രശ്നമാവും. അപ്പോ ഡൽഹി പ്രോഗ്രാം മണ്ണാൻ കേട്ട. വിഷ്ണു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സ്വന്തം ലൈഫിനേക്കാൾ വലുതാണോ ഡാൻസ് പ്രോഗ്രാം? ഗുരുജിക്ക് ഡാൻസ് എന്ന് വെച്ചാ ഒരുതരം മാനിയ. എല്ലാവർക്കും അങ്ങനെ ആകാൻ പറ്റുമോ? ഭാരതോത്സവത്തിൽ ആനീസ് നൃത്തം ചെയ്യുന്ന വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട്. ടിക്കറ്റ് ഓക്കെ ആയ നമ്മൾ ഇവിടെ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. കമോ, എനിക്ക് എന്റെ ജീവനേക്കാൾ വലുതാണ് വിഷ്ണുവൊത്തുള്ള ജീവിതം. No, Mrs. D'Souza. This is my prestige program. Annie must be here. No, it's quite impossible. What? Is it true?
സ്നേഹിക്കാനാവില്ല, അനുസരിക്കാനും കഴിയില്ല. ആനി നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നത് നാളെ നമുക്ക് കാണാം. എന്താ ഉണ്ടായെന്ന് എന്നോട് തുറന്നു പറഞ്ഞു. കാനഡയിൽ നിന്നും ആനിയുടെ മദർ വിളിച്ചു. വെള്ളിയാഴ്ച ആനിയെ ബോംബെ വഴി കാനഡയ്ക്ക് അയക്കണം. വിഷ്ണുവും കൂടെ ഉണ്ടത്രേ. ടിക്കറ്റുകളും വിഷ്ണുവിന്റെ വിസയും ശരിയാക്കിയിട്ടുണ്ട്. അപ്പോ ഞാൻ അറിഞ്ഞത് ശരിയാ. ആനി നമ്മളറിയാതെ വിഷ്ണുവിനെയും കുട്ടി കാനഡയ്ക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇനിയിപ്പോ ഞാൻ പടുത്തുയർത്തിയ കലാക്ഷേത്രത്തിന് അപമാനമുണ്ടാകുമോ ആനന്ദ? ഞാൻ ആ സ്ത്രീയോട് കഴിയുന്നതും റിക്വസ്റ്റ് ചെയ്ത് നോക്കി. ആനി വരട്ടെ, മടങ്ങിപ്പോണതിന് നമ്മൾ ആരും എതിരല്ലാലോ. പിന്നെ വെള്ളിയാഴ്ച പോണതിന് പകരം ഡൽഹിയിലെ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയണം. അത്രയല്ലേ ഉള്ളൂ. അതിന് അവൾ സമ്മതിക്കും. ഗുഡ് ഈവനിങ് ഗുരുജി അങ്കിൾ. അങ്കിൾ എന്താ ഒറ്റയ്ക്ക്? ആ, ദില്ലിയിലെ പ്രോഗ്രാമിന് ഇനി എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ. അവിടെ ആനിയുടെ പ്രോഗ്രാം നിലവാരം പുലർത്തിയില്ലെങ്കിൽ എന്നേക്കുമായി ചിരങ്ക അഴിച്ചു വെക്കുമെന്ന് ഞാൻ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം നടത്താൻ സാധിക്കാതെ വന്നാൽ എന്ത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 1 വർഷം മാത്രം പഠിച്ച ഒരു വിദേശ പെൺകുട്ടിയിലൂടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന് പുതിയ വ്യാഖ്യാനം രവീന്ദ്രവർമ്മ തീർക്കുന്നു. ആനിക്കതിൽ അഭിമാനമില്ലേ? അങ്കിൾ, ആനി ഇന്ന് മമ്മിയെ വിളിക്കണം. പ്രോഗ്രാം സക്സസ് ആകാൻ മമ്മിയുടെ അനുഗ്രഹം വാങ്ങണം. പ്രോഗ്രാം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്ലൈറ്റിന് കാനഡയിൽ എത്തുമെന്നും പറയണം. ഗുരുജി അങ്കിൾ. നോ, ഞാനിപ്പോൾ ആനിയുടെ ഗുരുജിയല്ല. കാനഡയിൽ നിന്നും മമ്മിയുടെ ഫോൺ കാൾ ഉണ്ടായിരുന്നു. മകൾക്ക് വരണി ഉണ്ടാക്കി കൊടുത്ത ദല്ലാളിനോടാണ് അവർ സംസാരിച്ചത്. പിമ്പെന്ന് വിളിച്ചില്ല കുട്ടി. ദല്ലാൾ ഫീസ് ഞാൻ ചോദിക്കുന്നു. ദില്ലിയിലെ പ്രോഗ്രാം നടത്തി തരണം. വെള്ളിയാഴ്ചക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നാളെ എത്തും. ആനി ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം. പ്രോഗ്രാം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ ഞാൻ തന്നെ നിങ്ങളെ കാനഡയിൽ എത്തിക്കാം. ഞാൻ മമ്മിയോട് സംസാരിക്കട്ടെ ഗുരുജി അങ്കിൾ? മമ്മി സമ്മതിക്കില്ല. ആനിയുടെ പിടിവാശിയുടെ മുന്നിൽ വിഷ്ണുവിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒപ്പം എന്നെ പഴിക്കുക. ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആനിക്ക് മാത്രമേ കഴിയൂ. ഈ അവസരത്തിൽ ഇനിയും മമ്മിയും ഡാഡിയും പിണക്കുന്നത് ബുദ്ധിമുട്ടാവില്ലേ? യു മീൻ? ഫ്രൈഡേ പോകണം. ഗുരുജി വേണമെങ്കിൽ ആനിയെ ശപിച്ചോളൂ. ഫ്രൈഡേ തന്നെ പോകണം. കുട്ടി, ഒരിക്കൽ സത്യഭാമ കാരണം ഒരു വലിയ തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചവനാ ഞാൻ. ആ തകർച്ചയുടെ ആഘാതത്തിൽ നിന്നും വർമാജിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ആനിയാ. സത്യഭാമ ഭാര്യയായിരുന്നെങ്കിൽ നീ അദ്ദേഹത്തിന് മകളാ. ഒരു ശിഷ്യ എന്നതിലുപരി ആനി ഇന്ന് വർമാജിയുടെ അഭിലാഷങ്ങളുടെ മൂർത്തിമത് ഭാവമാണ്. ആ വലിയ മനുഷ്യന്റെ ജീവിതത്തെ ആനി രക്ഷിക്കണം. ഒരു നൃത്തം നടന്നില്ലെന്ന് വെച്ച് അദ്ദേഹം നേടിയിട്ടുള്ള പേരും പ്രശസ്തിയും എല്ലാം നഷ്ടമാവുമോ? പത്മഭൂഷൺ ബഹുമതി നഷ്ടമാവുമോ? നോ, ഒന്നും നഷ്ടപ്പെടില്ല. എന്നാൽ ഈ നൃത്തത്തിന്റെ പേരിൽ ഞാൻ എന്റെ ലൈഫിനെ സ്പോയിൽ ചെയ്യണം അല്ലേ? മകളെ പോലെ എന്നെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് എനിക്ക് വേണ്ടി എന്തുകൊണ്ട് ഈ ഫോൾസ് പ്രസ്റ്റീജ് കളഞ്ഞുകൂടാ? ഉത്തരേന്ത്യൻ നർത്തകരും ചലഞ്ചും. തർക്കിക്കുകയാണെന്ന് കരുതരുത് കുട്ടിയെ. ആനിയിലൂടെ വർമാജി കണ്ടത് വെറും സ്വപ്നങ്ങളായിരുന്നില്ല. ഭാരതത്തിൽ ഒരു കലാകാരനും ഒരിക്കലും കൈവരിക്കാൻ കഴിയാത്ത അതുല്യ സ്ഥാനം. ആ സ്ഥാനത്തേക്ക് നടന്നെടുക്കാനുള്ള ഊന്നുവടി ആനി. ഊന്നുവടി കയ്യിൽ നൂർന്നു പോയാൽ എന്നെ ഊന്നുവടിയാക്കി ആരും ഒന്നും നേടണ്ട. ഫ്രൈഡേ എന്നൊരു ഡേ ഉണ്ടെങ്കിൽ ഞാനും വിഷ്ണു പോവും. നോ ക്വസ്റ്റൻ ഓഫ് ഡൗട്ട്. വിഷ്ണു എവിടെ? വിഷ്ണു ചേട്ടൻ മധുരയ്ക്ക് പോയിരിക്കുവാ. രാത്രിയിലേ വരൂന്ന് ചേച്ചിയോട് പറയാൻ പറഞ്ഞു. എന്താ ചേച്ചി? ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു. എന്നോട് പറയൂലേ? നോ, പറഞ്ഞാ അമ്മണി ഹാപ്പി ആവില്ല. ആ, വിഷ്ണു വന്നാ ഫോൺ ചെയ്യാൻ പറയണേ. പോട്ടെ, ബൈ. ഒരു ചായ കൂടണേ. അണ്ണാ എന്നാന്ന് വിളിക്കുന്നതിന്റെ വായില് വേറെ അക്ഷരം ചേർക്കാതിരുന്നാ മതി. ഹംസക്കാന്ന് വിളിക്കണ ഹംക്കെ. ഹംസങ്കിൾ, ഒരു കാര്യം പറഞ്ഞാൽ ഞെട്ടരുത്. ഇപ്പൊ ഒരു ഞെട്ടല് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പളാ അങ്കിള്. കന്യാകുമാരിലാണ് കഴിഞ്ഞതെങ്കിലും നാട് വന്നു കോഴിക്കോട്ടാ.
നമ്മളെ കാക്കായെന്നോ ഇക്കാന്നോ വിളിച്ചാ മതി. ഇനി പറഞ്ഞോളി. വെള്ളിയാഴ്ച ഞാനും വിഷ്ണു പോവാ. അല്ല, അപ്പൊ അന്ന് പറഞ്ഞത് സീരിയസ് ആയിരുന്നല്ലേ? വിഷ് യു ആൾ ദ ബെസ്റ്റ്. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് പോണോ അതോ കാനഡയിൽ ചെന്നിട്ടാ? അതൊക്കെ പിന്നെ. ആദ്യം മമ്മിയും ഡാഡിയും കണ്ട് എനിക്കും വിഷ്ണുവിന് അനുഗ്രഹം വാങ്ങണം. അത് വേണം. വിഷ്ണു മകർ കൊടുക്കാതെയും നിങ്ങൾ സീതനം കൊടുക്കാതെയുള്ള കെട്ടല്ലേ? പിന്നെ ഫാദർ സാഹിബിനെയും മദർ സാഹിബിനെയും നമ്മള് പ്രത്യേകം ചോദിച്ചായി പറയണം. ബൈ ബൈ ബൈ. എന്താ അരുന്ധതി, എല്ലാരും കൂടി എവിടെ പോവാ? ഇനി ഒരു അറിയിപ്പുണ്ടാവുന്നത് വരെ ക്ലാസ് ഇല്ലാന്ന് ഗുരുജി പറഞ്ഞു. പോട്ടെ ആനി, കുട്ടി കാരണം ഈ ഒരു വലിയ സ്ഥാപനം അടച്ചു പൊട്ടിക്കാനുള്ള ഇട വരുത്തരുത്. വരട്ടെ. ഇപ്പൊ അവധി കൊടുത്ത് കുട്ടികളെയൊക്കെ പറഞ്ഞയക്കാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ വന്നു കയറിയ ഒരു പെണ്ണിന്റെ പേരിൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കാനാ ഭാവം. മുമ്പൊരു സത്യഭാമ, ഇപ്പൊ ആനിസ് ഡിസൂസ. നാളെ ഉണ്ടാവില്ല. കലാക്ഷേത്രയുടെ വാതിൽ ഇനി ആർക്കു വേണ്ടിയും തുറക്കില്ല. എങ്ങോട്ടെന്ന് വെച്ചാൽ വേണമെങ്കിൽ നമ്പൂതിരിക്കും പോകാം. ഒരു പുരുഷായുസ് മുഴുവൻ കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. ഉച്ഛ്വാസ നിശ്വാസ വായുവിൽ പോലും സംഗീതവും താളവും സൂക്ഷിച്ചു. എന്നിട്ട് ഞാൻ കൊതിച്ചു, പൂർവ്വസൂരികളുടേതുപോലൊരു സ്ഥാനം. ഒരു കലാകാരന്റെ ദുരാഗ്രഹമായിരിക്കാം. ആ ദുരാഗ്രഹം ഒരുക്കുന്ന ചിതയിൽ ഞാൻ ഒടുങ്ങുന്നു. അനന്തം നമ്പൂരിയെങ്കിലും രക്ഷപ്പെടും. വർമാജി, അങ്ങ് ആ ചിതയിൽ ദയിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് ചിതയിലമർന്ന വലിയ ഒരിക്കൽ അപ്പം തമ്പുരാന് ഞാനൊരു വാക്ക് കൊടുത്തു. ബ്രാഹ്മണനായി പോയതുകൊണ്ട് പൂണൂല് തൊട്ട് സത്യം ചെയ്യേണ്ടി വന്നു. മരണം വരെ ഒരു രഹസ്യം സൂക്ഷിക്കാമെന്ന്. ജീവിച്ചിരിക്കുന്ന വർമാജി മരിക്കാതിരിക്കാൻ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന അപ്പം തമ്പുരാന് കൊടുത്ത വാക്ക് ഞാൻ ലംഘിക്കുന്നു. ആനി, നാളെ കന്യാകുമാരി വിടില്ല. ആനി, കന്യാകുമാരി വിട്ട് പോവില്ല. വിഷ്ണു സംഗീതവും നൃത്തവും അങ്ങയിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ച ഏകലവനല്ല. വിഷ്ണുവിന് പാടാനുള്ള കഴിവ് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അതെ, അവൻ രാജകുലത്തിൽ പിറന്നവൻ തന്നെയാ. അപ്പൻ തമ്പുരാന്റെ മകൾ അശ്വതി തമ്പുരാട്ടി പാട്ട് പഠിക്കാൻ വന്ന ദിവാനിൽ നിന്ന് ഗർഭിണിയായി. കോവിലകത്തിന്റെ അന്തസ് രക്ഷിക്കാൻ വേണ്ടി ചോരക്കുഞ്ഞിനെ കടലിലെറിയാൻ തമ്പുരാൻ എന്നോട് ആജ്ഞാപിച്ചു. പക്ഷേ ഞാൻ ആ കുഞ്ഞിനെ കൊന്നില്ല, കടപ്പുറത്ത് ഉപേക്ഷിച്ചു. നല്ലതെങ്കിൽ ആ കുഞ്ഞിനെ വളർത്തി. വിഷ്ണു നാളെ അവന്റെ അമ്മയെ കാണും. വിഷ്ണു മകനാന്നറിയുമ്പോ അശ്വതി തമ്പുരാട്ടിയുടെ ആനന്ദം ഞാൻ ഓർത്തു പോവാ. അമ്മയ്ക്ക് വേണ്ടി വിഷ്ണു കാനഡ യാത്ര ക്യാൻസലാക്കും. ആനി ഡൽഹിയിൽ നൃത്തം ചെയ്യും, ഉറപ്പാ. രജനി, ഞാൻ എവിടെയെല്ലാം തേടിയെന്നറിയോ? എന്തിനാ ആനി? ഞാനും വിഷ്ണു കാനഡയ്ക്ക് പോവാ. അവിടെ പോയിട്ട് എന്നിട്ട് വിഷ്ണു നല്ലവനാ. കുട്ടി വിഷ്ണുവിനെ പൊന്നുപോലെ നോക്കിക്കോണം കേട്ടോ. അപ്പൊ ഞാൻ പോട്ടെ. ആനി, എന്താ രജനി? ഏയ് ഒന്നുമില്ല. ഏതായാലും കന്യാകുമാരിയിൽ നിന്ന് പോവാണല്ലോ. രണ്ടാൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. ഇവിടെ വെച്ചായിരുന്നു വിവാഹമെങ്കിൽ ശകുനം നിൽക്കാനെങ്കിലും ഞാൻ വരുമായിരുന്നു. അതെന്താ? വേശികളെ ശകുനം കണ്ടാൽ മംഗളമാണ്. ആനി പോയി വരൂ. വല്ലപ്പോഴും ഞങ്ങളെ കൂടി ഓർക്കണം. ഓക്കെ, ബൈ ബൈ. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിയത്? എല്ലാം പറയാം, വന്നോളൂ കുട്ടിയെ. എന്താണാവോ വിശേഷം? തമ്പുരാട്ടി ഇന്നലെ മരിച്ചു. ശവദാഹം രാവിലെ കഴിഞ്ഞു. പെട്ടെന്നായിരുന്നു, ഹാർട്ട് അറ്റാക്കാ. ബന്ധുക്കൾ ആരും ഇല്ലാത്തത് കൊണ്ട് ആശ്രിതനായ ഞാൻ തന്നെയാണ് കർമ്മങ്ങളൊക്കെ നടത്തിയത്. കഷ്ടമായിപ്പോയി. നീ തമ്പുരാട്ടിയെ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ ആനിയുമായി വന്നപ്പോ കണ്ടിരുന്നു. അതിനുള്ള ഭാഗ്യമെങ്കിലും നിനക്കുണ്ടായല്ലോ. ആരാണോ വന്നോളൂ. ആർക്കറിയാം, തമ്പ്രാട്ടിക്ക് ആരുമില്ലെന്നാ കേട്ടിട്ടുള്ളത്. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ. പ്രോഗ്രാം നടക്കും. ഞാനല്ലേ ഉറപ്പ് പറയുന്നത്? ആനീസ് കാനഡയ്ക്ക് തിരിച്ചു പോകുന്നു കേട്ടു. കാനഡയ്ക്ക് പോകും, പ്രോഗ്രാം കഴിഞ്ഞ്.
ഇതെന്റെ പ്രസ്റ്റീജ് പ്രോഗ്രാം അല്ലേ? വേണമെങ്കിൽ എന്റെ ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹമെന്ന് പറയാം. അതെ, ആ രീതിയിലുള്ള പബ്ലിസിറ്റി വേൾഡ് മൊത്തം വന്നിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും റൂമറുകൾ കേട്ടെന്ന് വരും. വിശ്വസിക്കണമെന്നില്ല. പ്രോഗ്രാം നടക്കും. താങ്ക്സ്. പ്രോഗ്രാം നടക്കില്ല. നാളെ ആനി വിഷ്ണു കാനഡയ്ക്ക് പുറപ്പെടും. ഈ തീരത്ത് എത്ര ഇരുന്നാലും വിഷ്ണുവിന് മതി വരില്ലേ? നാളെ മുതൽ ഈ കന്യാകുമാരി തീരത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതിൽ വിഷ്ണുവിന് ദുഃഖമുണ്ടോ? ഉണ്ടോന്നോ? ഈ കന്യാകുമാരിയാണ് എന്നെ വളർത്തിയത്. ഇവിടുത്തെ തീരവും തിരമാലയുമാണ് എൻ്റെ കൂട്ടുകാർ. പക്ഷേ അതിലും എനിക്കിഷ്ടം എൻ്റെ അനിയാണ്. എനിക്കത് മാത്രം കേട്ടാ മതി. സാഗരമേ സാഗര സംഗമതീരമേ സാഗരമേ സാഗര സംഗമതീരമേ താരകളെ ശ്രാവണ സന്ധ്യാദീപങ്ങളെ പിരിയുന്നു നിങ്ങളെ പിരിയുന്നു ഞാൻ എൻ സ്വപ്നഭൂമി തേടി പോകുന്നു ഞാൻ സാഗരമേ സാഗര സംഗമതീരമേ ഞാനുമെൻ മോഹവും ഈ വഴിത്താരയിൽ തളർന്നു വീണൊരു നേരത്ത് കടൽ തീരത്ത് ത്യാഗരൂപമായി എന്നെ വളർത്തിയ സ്നേഹത്തീരമേ പിരിയുന്നു ഞാൻ എൻ സ്വപ്നഭൂമി തേടി പോകുന്നു ഞാൻ സാഗരമേ സാഗര സംഗമതീരമേ അങ്കിൾ, ഗുരുജി അങ്കിൾ. നാളെ പോകുമോ? പോകണം. മോർണിംഗിൽ 5 മണിക്ക് വിഷ്ണു റെഡിയായി വരും. ഗുഡ് നൈറ്റ് അങ്കിൾ. എന്നെ രക്ഷിക്കൂ കുട്ടി. ഞാൻ നിന്റെ കാല് പിടിക്കാം. അങ്കിൾ പ്ലീസ് ലീവ് മീ അലോൺ. എനിക്ക് പോയേ തീരൂ. കാനഡയിൽ വിമാനം ഇറങ്ങും മുമ്പ്
കന്യാകുമാരിയിൽ എന്റെ ചിത എരിഞ്ഞിരിക്കും. എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. എനിക്ക് എന്റെ ലൈഫാണ് വലുത്. അങ്കിൾ എന്നെ അനുഗ്രഹിക്കണം. നിനക്കും സത്യഭാമയ്ക്കും കലയേക്കാൾ വലുത് പുരുഷന്റെ ഗന്ധവും ചൂടുമാണ്. ഒന്നല്ല, 9 വിഷ്ണുമാരുടെ കരുത്തുള്ള കലാകാരനായ പുരുഷൻ തന്നെയാണ് ഞാനും. എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം. നീ എന്നെ ഉപേക്ഷിച്ചു പോവില്ല. നിന്നെ ഞാൻ വിടില്ല. നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. നീ പോകുമോ? അനി, അനി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അനി, നിൽക്കാൻ. വാ കുയിലേ വാ, നീ വരുവേന്ന് എനക്ക് തെരിയും. അഴകാന മതാമ്മ പൊണ്ണ് ഇങ്ങ കറങ്ങി നടക്കറയെന്ന് കേൾവിപ്പെട്ടു. പോകലാം. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. പിന്നെ ഒന്നും ചെയ്യ മാട്ടെ. പോടാ, ഞാൻ പോട്ടെ. പോക ചൊല്ലവാ. പ്ലീസ്. പിന്നെ ഒന്നും ചെയ്യ മാട്ടെ. ഞാനും നാട്യ ചൊല്ലിത്തറേ. അനി, മോളെ, അവൾ എന്റെ മോളാ. വിടണ അവളെ. പോയാ പോയി വേറെ പറയാ. അനിയെ വിടാൻ. കൊഞ്ചം നാളാ ഇവിടെ കാത്തിട്ടിരിക്കേ. ഇന്നേക്ക് രാത്രി ഇവളെ എനക്ക് വേണം. അനി, നീ രക്ഷപ്പെടൂ. Okay, bye. ആനിയെ കാട്ടിക്കൊറ.
ആനി